പ്രിയ സുഹൃത്തുക്കളെ, ഈ കോളേജിലേക്ക് എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പൊതുവെ വിദ്യാർത്ഥികളെ അഭിസംബോധന സംസാരിക്കാനുള്ള ഒരവസരം ശാസ്ത്രപ്രചാരകരായ ഞങ്ങൾക്ക് അത്ര സുലഭമല്ല. എൻ്റെ സവിശേഷമായ സാഹചര്യം വെച്ച് ഞാനൊരു ഞായറാഴ്ച ആക്ടിവിസ്റ്റാണ്. സൺഡേസ് മാത്രമാണ് ഇതിനുവേണ്ടി നീക്കി വെക്കാൻ സാധിക്കും. വർക്കിംഗ് ഡേയ്സിൽ മാത്രമേ കോളേജിൽ പോകാൻ പറ്റൂ. ഇങ്ങനൊരു പ്രശ്നം എന്നെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് പക്ഷേ ഇത് ഒരു വളരെ വിലപ്പെട്ട ഒരു അവസരമായി കുട്ടികളോട് സംസാരിക്കുക എന്നുള്ളത് വളരെ വിലപ്പെട്ടൊരവസരമായി ഞാൻ കണക്കാക്കുന്നതുകൊണ്ട് ഞാൻ ഈ ദിവസം വരികയാണ്. അതുകൊണ്ട് അങ്ങനെയാണ് വരാനിടയായത്. ഏതായാലും വളരെ സന്തോഷമുണ്ട് നിങ്ങളെ കാണാനും സംസാരിക്കാനും സാധിച്ചത്. പ്രത്യേകിച്ചും ഒരു മതസ്ഥാപനം നടത്തുന്ന ഈ ഒരു കോളേജിൽ ഇതിന്നൊക്കെ മാറി നടക്കുന്ന ഒരാളായ എന്നെ വിളിക്കാനും സംസാരിക്കാനും അനുവദിച്ചു എന്നതിനെ ഒരു വിശാല മനസ്കതയുടെ ജനാധിപത്യ ബോധത്തിൻ്റെ ഒക്കെ ഒരു പ്രകടനമായി ഞാൻ കാണുന്നു. മാധ്യമങ്ങളും ശാസ്ത്രീയ മനോവൃത്തിയും, മീഡിയ ആൻഡ് സയൻറ്റിഫിക് ടെമ്പർ എന്നതാണ് നമ്മുടെ വിഷയം. നാഷണൽ സയൻസ് ഡേ ഇന്നലെ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതെന്തിനാണ് ഈ നാഷണൽ സയൻസ് ഡേ എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. 28 ഫെബ്രുവരിയാണ് 1930 ഫെബ്രുവരി 28 രാമൻ ഇഫക്റ്റ് സർ CV രാമൻ കണ്ടെത്തുന്നത്. അതിൻ്റെ ഒരു അനുസ്മരണം എന്ന നിലയിലാണ് നമ്മൾ നാഷണൽ സയൻസ് ഡേ അന്ന് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയതും ഈ ഒരു കണ്ടുപിടുത്തത്തിനാണ്. നിങ്ങൾക്കറിയാം, 1970 അദ്ദേഹം മരിച്ചു. ഞാൻ ജനിച്ചത് 1961. നിങ്ങളുടെ അച്ഛന്മാരുടെ ഒരു കാലഘട്ടം. എൻ്റെ മകൾ ഒരു ഡിഗ്രി സ്റ്റുഡൻ്റ്. അപ്പോൾ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുകയും CV രാമൻ ജീവിച്ചിരിക്കുകയും ഒക്കെ ചെയ്തൊരു കാലത്ത് ജനിച്ച ഒരാളാണ് ഞാൻ. അതൊരു വേറൊരു കാലമായിരുന്നു വാസ്തവത്തിൽ. കാരണം ശാസ്ത്രത്തിന് ഒരു പോളിസി എന്ന നിലയിൽ തന്നെ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. നമ്മുടെ പ്രിൻസിപ്പൽ മാഡം 51AH ഉദ്ധരിച്ചിവിടെ, ലോകത്ത് ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയിലും സയൻറ്റിഫിക് ടെമ്പർ എന്നൊരു വാചകമില്ല, ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ ഉണ്ടായത്? ഇത് നെഹ്റുവിൻ്റെയും CV രാമൻ്റെയും ഒക്കെ പൈതൃകമാണ്. ഇന്നത്തെ നില അതൊന്നും അല്ല, നിങ്ങൾക്കറിയാം. വളരെ വിശദമായിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ ആനുഷംഗികമായി നമ്മൾ അങ്ങോട്ട് പരാമർശിക്കേണ്ടിയും വരും. ഈ സയൻസ് ഇവിടെ വന്നത് CV രാമൻ ബ്രിട്ടീഷ് രാജാവിൻ്റെ പ്രജയായിരുന്നു. സർ CV രാമൻ എന്നാണ് പറയുക. അദ്ദേഹത്തിന് സർ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഈ ശാസ്ത്രം എന്നത് സയൻസ് എന്ന വാക്കായിരിക്കും കുറേ കൂടിയും ശരി. കാരണം ശാസ്ത്രം എന്നത് പഴയൊരു വാക്കാണ്. ഗൗളിശാസ്ത്രം കേട്ടില്ലേ, കൈരേഖാശാസ്ത്രം, ഇങ്ങനെ പല ശാസ്ത്രങ്ങളുണ്ട്. ആ അർത്ഥത്തിൽ ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഉള്ളൊരു പ്രയോഗമാണ്. അവിടെ ശാസ്ത്രം എന്നതിൻ്റെ അർത്ഥം എന്താണ്? ശാസിക്കപ്പെട്ടതെന്തോ അത് ശാസ്ത്രം എന്നാണ്. ശാസിതമായതാണ് ശാസ്ത്രം. ഏതാണ് ശാസിതമായത്? ശാസിതമായത് എന്താണെന്ന് വെച്ചാണ് പൂർവികർ പറഞ്ഞത്. ശാസിക്കപ്പെട്ടതെന്തോ അത് ശാസ്ത്രം. ആ അർത്ഥത്തിലല്ല ശാസ്ത്രം എന്ന വാക്ക് ഇന്ന് നമ്മൾ പ്രയോഗിക്കുന്നത്, സയൻസ് എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ശാസ്ത്രം എന്നതിന് പകരം സയൻസ് എന്ന് തന്നെ പറയാനും കൂടി ശ്രമിക്കും. ഇത് 1889 ഇന്ദുലേഖ എന്നൊരു നോവലുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടത്? ആരെങ്കിലും വായിച്ചിട്ടുണ്ട് ഇന്ദുലേഖ? വായിച്ചിട്ടുണ്ട്, വെരി ഗുഡ്. അപ്പോൾ ഇന്ദുലേഖയിൽ അതിൻ്റെ ആമുഖത്തിൽ 1-ാം അച്ചടിപ്പതിപ്പിൻ്റെ അവതാരികയിൽ ഇങ്ങനൊരു പുസ്തകം എഴുതുന്നതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ച് ചന്തു മേനോൻ പറയുന്നുണ്ട്. പുയ്യാരത്ത് ചന്തു. അപ്പോൾ അദ്ദേഹത്തോടൊരു സുഹൃത്ത് പറയാണ്, സയൻസ് എന്ന് പറയപ്പെടുന്ന ഇംഗ്ലീഷ് ശാസ്ത്രവിദ്യകളെക്കുറിച്ചാണ് ഈ പുസ്തകം എഴുതുന്നത് എങ്കിൽ കൊള്ളാം, അല്ലാതെ മറ്റൊരു സംഗതിയെപ്പറ്റിയും മലയാളത്തിൽ ഇപ്പോൾ പുസ്തകങ്ങൾ ആവശ്യമില്ല. ഇത് പറയുന്നത് എപ്പോഴാണ്? 1899. അപ്പോൾ വാസ്തവത്തിൽ ഇംഗ്ലീഷുകാർ പുതിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, നിങ്ങളുടെ കോളേജിൻ്റെ കോട്ട് ഓഫ് ആംസ് ആണല്ലേ ഇത്. അതിൽ ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കണേ. അത് ചോദിച്ചോ നിങ്ങൾ, എന്തുകൊണ്ട് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കണേ? ഇംഗ്ലീഷ് ഭാഷയാണോ നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ
നമ്മളെ സംസാരിക്കുന്ന ഭാഷ അതല്ലല്ലോ, എല്ലാവരും സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്, മലയാളമാണ്. നമ്മൾക്ക് ജനിക്കുമ്പോഴേ മുലപ്പാലിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞ പോലെ മലയാളം സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ കോളേജിൽ ഒരു കോട്ട് ഓഫ് ആംസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് എഴുതുന്നത്? അതിൻ്റെ സ്കൂളിൻ്റെ കോളേജിൻ്റെ പേരും കോളേജിൻ്റെ മോട്ടോവും ഒക്കെ നമ്മൾ എഴുതുന്നതെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയാണ്. കാരണം ഇത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്നൊരു പ്രസ്ഥാനം വന്നതിന് ശേഷമാണ് നമുക്കിങ്ങനെ കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഈ പഠിത്തമൊക്കെ ഉണ്ടായത്. നമ്മൾ നടത്തുന്ന എന്താണ് അവസരത്തിൽ? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് പറയാം, അത് പുതിയൊരു സംഗതി തന്നെയാണ്. നമ്മുടെ പഴയ ശാസിതമായ ശാസ്ത്രമല്ല. എന്താണ് നമ്മളിവിടെ പഠിക്കുന്നത്? സയൻസ് എന്ന് പറയപ്പെടുന്ന ഇംഗ്ലീഷ് ശാസ്ത്രവിദ്യയാണ്. ഇത് പുതിയൊരു സംഭവമാണ്. ഈ സാധനം ഉണ്ടായിട്ട് അധികം കാലമായിട്ടില്ല, ഒരു 10-500 കൊല്ലം പരമാവധി ആയിട്ടുള്ളൂ നമ്മുടെ ഈ ഇംഗ്ലീഷ് ശാസ്ത്രവിദ്യ എന്ന് പറയാവുന്ന ഈ ഇംഗ്ലീഷ് ശാസ്ത്രം, സയൻസ് ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇതൊക്കെ പഠിപ്പിക്കാനാണ് ഈ കോളേജൊക്കെ ഉണ്ടായിട്ടുള്ളത്. എല്ലാ കോളേജുകളും ഈ പുതിയ നവീനമായ വിദ്യ, ഈ ഇന്ത്യയിലേക്ക് കടന്നു വന്ന കൊളോണിയൽ അധികാരികൾ കൊണ്ടുവന്ന പുതിയ ശാസ്ത്രവിദ്യ പഠിപ്പിക്കാനാണ് നമ്മുടെ സർവകലാശാലകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ തന്നെ വാസ്തവത്തിൽ അതിൻ്റെ ഒരു കോർ കണ്ടന്റ് സയൻസാണ് എന്ന് ഞാൻ പറയും. സയൻസാണ്. 1857 യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് ഉണ്ടാവുന്നത്. 1852 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലേക്ക് എഴുതി വരുന്ന കാലത്ത് 67 കോളേജും 4 യൂണിവേഴ്സിറ്റിയും 600 വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ ആകെ ഉള്ളതാണ് കണക്ക്. 1901 ആയപ്പോഴേക്കും 1901 എന്താണ് ആ വർഷം എൻ്റെ പ്രത്യേകത എന്നെ സംബന്ധിച്ചാൽ, ഞാൻ പഠിച്ച എലമെൻ്ററി സ്കൂൾ ഉണ്ടായത് 1901. അപ്പോൾ ഈ കാലത്താണ് 19ാം നൂറ്റാണ്ട് അവസാനം 20ാം നൂറ്റാണ്ട് തുടക്കം, ഈ കാലത്താണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടെ വ്യാപകമാകുന്നത്. അന്ന് 1901 18,000 വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ ആകെയുള്ളൂ. നമ്മൾ എന്തിനാ ഇതൊക്കെ പറഞ്ഞു വരുന്നത്? നാഷണൽ സയൻസ് ഡേ, നാഷൻ സയൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചരിത്രബോധം ഉണ്ടാവണം, നമ്മൾ എവിടെയാണ് ഉണ്ടാവുന്നുള്ളൂ, അതിനു വേണ്ടിയാണ്. അപ്പോൾ അന്ന് 18,000 വിദ്യാർത്ഥികളാണ്, ഓൾമോസ്റ്റ് ഓൾ മെയിൽ. ഞാൻ ഇവിടെ ഇരുന്നിട്ട് സാറിനോട് ചോദിച്ചത്, ബെർസു സാറിനോട് ചോദിച്ചത്, ഇതൊരു വിമൻസ് കോളേജാണോ? കാരണം മുഴുവനും കുട്ടികളെ കാണുന്നു, പെൺകുട്ടികളെ കാണുന്നു. ആ രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 1901 18,000 വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നതിൽ മിക്കവാറും എല്ലാവരും തന്നെ പുരുഷന്മാരായിരുന്നു. അടുത്ത് ഇന്ന് അതല്ല സ്ഥിതി. കോളേജിലെ ഒരു സെമിനാറിന് വന്നാൽ നമ്മൾ കാണുന്ന പ്രധാനമായിട്ട് സ്ത്രീയാണ്. ആ രീതിയിലൊക്കെ നമ്മൾ വിദ്യാഭ്യാസ രംഗം, ശാസ്ത്ര പഠന രംഗമൊക്കെ മാറിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സയൻസ് സ്റ്റുഡൻസ് അല്ലേ മോസ്റ്റ്ലി, അല്ലേ? ഈ ഇംഗ്ലീഷ് ഇന്നിവിടെ നമ്മൾ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ സാർ എടുത്തു പറഞ്ഞ വാചകം എന്നെയും വളരെ സ്ട്രൈക്ക് ചെയ്തു. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതെ പാലിക്കണം എന്നാണ്. ഇതാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിലാകെ തകരാറാക്കിയതെന്നാണ്. ഇന്ദുലേഖയിൽ പഞ്ചുമേനോൻ പറയുന്നുണ്ട്, കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നിടത്തോളം വിഡിത്തം വേറൊന്നുമില്ല. ഇന്ദുലേഖ ഈ ഇംഗ്ലീഷ് പഠിച്ചില്ലായിരുന്നെങ്കിൽ ഇതിൽ എത്രയധികം നല്ല കുട്ടി ആയിരിക്കുമായിരുന്നു. കാരണം ഇന്ദുലേഖയുടെ വർണ്ണന നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കസവ് എവിടെ അവസാനിക്കുന്നു, ശരീരം എവിടെ തുടങ്ങുന്നു എന്ന് പറയാൻ പറ്റുന്നില്ല. അതാണ് ക്ലാസിക്കലായിട്ടുള്ള ഒരു സ്ത്രീ വീക്ഷണം നമ്മളെ സംബന്ധിച്ചിട്ട്. സ്ത്രീ എന്നാൽ അതിൻ്റെ ശരീരമാണ്, മനസ്സിലായോ? അപ്പോൾ ഇന്ദുലേഖ ഈ ഇംഗ്ലീഷ് പഠിച്ചില്ലായിരുന്നെങ്കിൽ അതിൽ എത്രയധികം നല്ലൊരു കുട്ടിയായിരിക്കുമായിരുന്നു. നല്ല കുട്ടി എന്നാണ് ഇത്രയേ ഉള്ളൂ, അലങ്കരിച്ച് വെക്കാൻ പറ്റിയൊരു കുട്ടി. ഓരോ ഗ്രഹപ്പിഴക്കും ഓരോ അപകടങ്ങൾ വന്നു ചേരുന്നു. ഈ ഇംഗ്ലീഷ് പഠിച്ചവരുടെ മാതിരി കണ്ടിട്ട് അത് പഠിക്കാത്തവരും ആ മാതിരി ആയി തുടങ്ങി. അപ്പോൾ ഇതാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെയ്ത ഒരു പ്രശ്നം. അത് നമ്മൾ പിന്നെ അതിലേക്ക് തന്നെ വരും. അപ്പോൾ എന്താണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്? ഈ പുതിയ മാതിരിയുള്ള ഇംഗ്ലീഷ് ശാസ്ത്രം, സയൻസ് കൊണ്ടുവന്നു. ഇതിനെ നമ്മുടെ സമൂഹം എങ്ങനെയാണ് കണ്ടത്? നമ്മൾ സയൻസ് ഡേ കൊണ്ടാടുന്ന സയൻറ്റിഫിക് ടെമ്പർ എന്ന വാചകം ഭരണഘടനയിലുള്ള ഒരു ജനതയാണ്. ഇതൊക്കെ പുരാതന കാലം മുതലേ ഉള്ളതല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ സമീപകാലത്തുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അന്ന് കേശവ നമ്പൂതിരി പറഞ്ഞാണിത്. ശിവ ഇത് അദ്ദേഹം കേശവ നമ്പൂതിരി ലക്ഷ്മിക്കുട്ടിയമ്മ എന്നതിൻ്റെ ഭാര്യയുമായി രാത്രി സരസ സംഭാഷണം നടത്തുന്ന ഒരു രംഗമാണ്. അപ്പോൾ ഇത് അദ്ദേഹം പറഞ്ഞു, ശിവ നാരായണ നാരായണ, ഞാൻ എന്താണ് പറയേണ്ടത്? ഈ വെള്ളക്കാരുടെ കൗശലം അത്യത്ഭുതം തന്നെ. ലക്ഷ്മി, നീ അത് കണ്ടാൽ വിസ്മയപ്പെട്ടു പോകും. എന്തൊരു അത്ഭുതം! ഈ നൂൽക്കമ്പനി എന്ന് ഇത്ര ഘോഷമായി കേൾക്കുന്നത് എല്ലാം ഒരു ഇരുമ്പ് ചക്രമാണ്. ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇന്ത്യക്കാരന് ഇതൊക്കെ ഇങ്ങനെ കപ്പലിൽ വന്നിറങ്ങി നമ്മുടെ ഈ ശാസ്ത്രം എന്ന സാധനം പെട്ടെന്ന് ഇങ്ങനെ വന്നിറങ്ങിയപ്പോൾ
മറ്റേ പിന്നെ പോളിനേഷ്യൻ ദ്വീപുകളിലൊരു കഥയുണ്ട്. ഇതേപോലെ പെട്ടെന്ന് 2ാം ലോക മഹായുദ്ധകാലത്ത് ആധുനിക സംസ്കാരം അവരുടെ ഇടയിൽ വന്ന് ഇറങ്ങിയപ്പോൾ അവർക്ക് എന്താണെന്നൊന്നും മനസ്സിലാവാത്തൊരു അവസ്ഥയുണ്ട്. അതുപോലെ ലക്ഷ്മി എന്തൊരു അത്ഭുതം, ഈ നൂൽക്കമ്പനി എന്ന് ഇത്ര ഘോഷമായി കേൾക്കുന്നതെല്ലാം ഒരു ഇരുമ്പ് ചക്രമാണ്. ഈ ചക്രം ഈ നൂലൊക്കെയും ഉണ്ടാക്കുന്നു. ഈ ചക്രത്തെ തിരിക്കുന്നത് പുകയാണ്. പുക ശുദ്ധ പുക. എന്നാലോ ആ പുക നമ്മുടെ അടുക്കളയിൽ നിന്നുണ്ടാകുന്ന പോലെ കണ്ണിലും മറ്റും ലേശം ഉപദ്രവിക്കയില്ല. ആ കമ്പനിക്കൊരു വലിയ വാല്. എങ്ങനെയാണ് ഒരു ജനതയുടെ പഴയ സങ്കല്പങ്ങളും പുതിയ യാഥാർത്ഥ്യങ്ങളും തമ്മിൽ ഒരു തരക്കും പൊരുത്തപ്പെടാത്ത നമ്മൾ നോക്കണം. കാരണം അദ്ദേഹത്തിന് വാല് മാത്രമേ, ഒരു കുഴലായി നിൽക്കുന്ന ഒരു സംഗതിയെ കുറിച്ച് വാല് മാത്രമാണ് അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. കിണ്ടിയുടെ വാല് എന്നാണ് നമ്മൾ പറയാം, അല്ലേ? അപ്പോൾ ഒരു വലിയ വാല് മേലോട്ട് വെച്ചിരിക്കുന്നു, ഒരു കൊടിമരം പോലെ വലിയൊരു വാല്. ഒരു കമ്പനിയുടെ പുകക്കുഴലിനെ വർണ്ണിക്കാൻ നമ്മുടെ ഭാഷയിലോ നമ്മുടെ മനോവൃത്തിയിലോ ഒരു പദമില്ല. കൊടിമരം അദ്ദേഹം കണ്ടിട്ടുണ്ട്. കൊടിമരം പോലെ ഉയർന്നു നിൽക്കുന്ന വലിയൊരു വാല്. അത് പുക പോവാനാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല. പുക പോകുന്നൊരു കുഴല് എന്നൊരു സാധനം നമ്മുടെ ഇല്ല, അടുക്കളയിൽ പോലും ഉണ്ടായിട്ടില്ല. എന്നാൽ എനിക്ക് സംശയമുണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്തോ ചില വിദ്യകളുണ്ട്. അത് മിടുക്കന്മാരായി ഈ വെള്ളക്കാർ പുറത്തു പറയുകയില്ല. അങ്ങനെ വല്ലതുമില്ലാതെ ഈ ഇരുമ്പ് കൊണ്ടുള്ള കമ്പനിയും തൂശികളും പറഞ്ഞതുപോലെ കേൾക്കുമോ? കാരണം അങ്ങനെയല്ലാതെ വഴിയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല. ഒരു ഇന്റലിജന്റ് ആയൊരു ഏജൻസി ആണ് ഇതൊക്കെ നടത്തേണ്ടതല്ലോ. എന്തോ ഒരു വിദ്യയുണ്ട്. ലക്ഷ്മിക്കുട്ടമ്മ ചോദിക്കുകയാണ്, എന്താണ് ആ വിദ്യ നിങ്ങളാരും മനസ്സിലാക്കാത്തത്? കേശവൻ നമ്പൂരി പറയാണ്, അതിനെക്കുറിച്ച് ചോദിച്ചാൽ ആ എഞ്ചിനീയർ സാഹിബ് വെടിവെക്കും. ഓഹോ, അതൊന്നും ചോദിച്ചുകൂടാ. എന്നാൽ അയാൾ ഞങ്ങളൊക്കെ ചെന്നാൽ ഈ യന്ത്രത്തിന്റെ അടുക്ക് കൊണ്ടുപോയി ഓരോരോ കളവുകളെല്ലാം പറഞ്ഞു തരും. അയാൾ പറയുന്നത് കുട്ടികൾ കൂടി ബോധ്യം വരികയില്ല. എന്നാൽ ഞങ്ങളത് ഭാവിക്കാറില്ല, എല്ലാം മനസ്സിലായി എന്ന് അടിക്കും. അച്ഛനമ്മമാരെങ്ങനെയാ ചെയ്യുന്ന പലതും മനസ്സിലാവുന്നുണ്ടാവില്ല. ലക്ഷ്മിക്കുട്ടിയമ്മ, പുകയാണ് യന്ത്രം തിരിക്കുന്നത് എന്ന് തിരുമനസ് പറഞ്ഞത് കുറെ വിഡിത്തമാണെന്ന് തോന്നുന്നു. ഇന്ദുലേഖ കുട്ടിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമല്ലേ, 5-6 ദിവസം മുമ്പേ എന്നോട് തീവണ്ടിയെ കുറിച്ച് ഓരോന്ന് പറഞ്ഞിരുന്നു. അത് കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ പറഞ്ഞത് ഈ വക യന്ത്രങ്ങളെല്ലാം ആവിയുടെ ശക്തി കൊണ്ട്, അന്നൊക്കെ സ്റ്റീം എഞ്ചിനാണല്ലോ, ആവിയുടെ ശക്തി കൊണ്ട് തിരിയുന്നതാണെന്നും പുകക്ക് സ്വതേ ശക്തിയൊന്നുമില്ലെന്നും അത് അഗ്നിയിൽ സഹജമായിരിക്കുന്നതിനാൽ അഗ്നിയുള്ള ദിക്കിൽ നമ്മൾ കാണുന്നത് മാത്രമല്ലാതെ അതിനെക്കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നും മറ്റുമാണ്. ഇത്രയൊക്കെ ലക്ഷ്മിക്കുട്ടമ്മക്ക് മനസ്സിലായിട്ടുണ്ട് കുട്ടികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ. കേശവൻ നമ്പൂരി, തീവണ്ടിക്ക് അങ്ങനെ ആയിരിക്കും, നൂൽക്കമ്പനി തിരിയുന്നത് പുക കൊണ്ടാണ്, സംശയമില്ല കാര്യത്തിൽ. വേറെ ആ കൊടിമരത്തിന്റെ ഉള്ളിൽ എന്തോ ഒരു വിദ്യയും കൂടി ഉണ്ടായിരിക്കണം, എനിക്കൊരു സംശയവുമില്ല. ഇന്ദുലേഖയോട് മാധവനോ നമ്മുടെ ഗോവിന്ദൻകുട്ടിയോ പറഞ്ഞു കൊടുത്തായിരിക്കും. അത് ശ്രദ്ധിച്ചു നിങ്ങള്? ഇന്ദുലേഖ എന്ന ഒരു സ്ത്രീക്ക് ഒരു കർത്തൃത്വമൊന്നുമില്ല അവിടെ. ഇന്ദുലേഖ ഒന്നും മനസ്സിലാവില്ല. അത് മാധവൻകുട്ടിയോ ഗോവിന്ദൻകുട്ടിയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം, അല്ലാണ്ട് ഇതിലേക്ക് മനസ്സിലാവാൻ വഴിയില്ല. ഈ സാധു കുട്ടികളോട് വെള്ളക്കാർ സൂക്ഷ്മം ഒരിക്കലും പറഞ്ഞു കൊടുക്കില്ല. പല ബോഷ്കളും പറഞ്ഞ് ധരിപ്പിക്കും. അത് സത്യമാണെന്ന് ഈ വിഡ്ഢികൾ ഉറപ്പിച്ച് പെണ്ണുങ്ങളോടും മറ്റും പറയും. സൂക്ഷ്മം അവർ ഒരിക്കലും പറഞ്ഞു കൊടുക്കില്ല. അഥവാ സൂക്ഷ്മം വരണമെങ്കിൽ ഇവരുടെ വേദത്തിൽ ചേർന്ന് തൊപ്പിയിടണം എന്നാ പറയും. അതാണ് അതിൻ്റെ ധാരണ. ഇതൊക്കെ മതം മാറ്റാൻ വേണ്ടിയുള്ള സാധനം എന്ന് വെച്ചിരിക്കണം. ലക്ഷ്മിക്കുട്ടിയമ്മ, അതെന്തോ പുകക്കൊരു ശക്തിയുമില്ല. കേശവൻ നമ്പൂരി, അങ്ങനെ പറയണ്ട, ധൂമം ശക്തിയുള്ളതാണ്, ഹോമധൂമത്തിന് ശക്തിയില്ലേ? എനിക്ക് ഒന്നുകൂടി സംശയമുണ്ട്, ഇത് വല്ല മൂർത്തികളുടെയും പ്രസാദത്തിന് വേണ്ടി ഒരു ഹോമമോ എന്നുകൂടി സംശയമുണ്ട്. വല്ല വിഗ്രഹങ്ങളോ ചക്രങ്ങളോ ആ കൊടിമരത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരിക്കും, ആർക്കറിയാം? അതിന് ഈ ഹോമം വളരെ പ്രിയമായിരിക്കും. അതിന്റെ പ്രസാദത്തിനായിരിക്കാം ഈ കമ്പനി തിരിയുന്നത്, ആർക്കറിയാം? നാരായണമൂർത്തിക്ക് മാത്രം അറിയാം. ഇതാണ് ഇംഗ്ലീഷ് ശാസ്ത്രം ഇന്ത്യയിൽ വന്നപ്പോഴുള്ള നമ്മുടെ ഒരു മനോവൃത്തിയുടെ അവസ്ഥ. കാരണം ഒരു അന്തവുമില്ല. എങ്ങനെയത് നടക്കുന്നത്? നമ്മുടെ പുരാതനമായ ധാരണകൾ വെച്ച് ഇതിനെ ഭാഷയാക്കാൻ ഒരു വഴിയുമില്ല. ഇതാണ് നമ്മുടെ പുരാതന ഭാവുകത്വം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ 1899 എഴുതുന്ന കാലത്തെ ഒരു ശരാശരി ഉന്നത ജാതിക്കാരനായ ആ കാലത്തെ രീതി അനുസരിച്ച് വളരെ വിദ്യാഭ്യാസവും സഹൃദയത്വവും ഉള്ള ഒരു ഉന്നത കുലജാതനായ വ്യക്തിയുടെ മനോവൃത്തി എന്നത്, ഇതിനെന്താ നമുക്ക് പറയാൻ പറ്റുക? ഒരു കഥാധിഷ്ഠിത ലോകവീക്ഷണം എന്ന് പറയാം. ലോകത്തെ മുഴുവൻ കഥയായി കാണാനാണ്, കഥകളാണ്. കഥാധിഷ്ഠിതമായ ലോകവീക്ഷണം നമുക്കതിന് പറയാം. കഥാധിഷ്ഠിത ലോകവീക്ഷണവും സയൻസ് അധിഷ്ഠിത ലോകവീക്ഷണവും ശാസ്ത്ര അധിഷ്ഠിത ലോകവീക്ഷണവും തമ്മിൽ ഇത് രണ്ടും രണ്ടാണ്. ഇന്ന് ഈ കഥാധിഷ്ഠിത ലോകവീക്ഷണം, ഇതാണ് വാസ്തവത്തിൽ നാഷണൽ സയൻസ് ഡേ ഒക്കെ നമ്മൾ പറയുമ്പോൾ, കോളേജിൽ വന്ന് പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായി ഇംഗ്ലീഷ് ശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? പുരാതനമായ
കഥാധിഷ്ഠിത ലോകവീക്ഷണത്തിന് പകരം ഒരു സയൻസ് അധിഷ്ഠിത വേൾഡ് വ്യൂ, സയൻസ് ബേസ്ഡ് വേൾഡ് വ്യൂ, സയൻസ് അധിഷ്ഠിത ലോകവീക്ഷണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ചെയ്യേണ്ടത്. ഇവിടെ പഠിച്ചവർക്കൊക്കെ ജോലിയായി, എല്ലാവരും പേരൊക്കെ ഇവിടെ ലിസ്റ്റിൽ വന്നു. അതിനുവേണ്ടി മാത്രമല്ല പഠിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് ജോലി കിട്ടാൻ വേണ്ടി മാത്രമുള്ളൊരു പഠിത്തമാവരുത്. ഇതൊക്കെ പഠിച്ചു പോയാലും ഈ പഠിച്ച കാര്യങ്ങൾ, നിങ്ങളൊക്കെ ശാസ്ത്രം പഠിക്കുമ്പോൾ ഈ പഠിക്കുന്ന സാധനങ്ങൾ നിങ്ങളുടെ ലോകവീക്ഷണത്തെ മാറ്റേണ്ടതുണ്ട്. എന്തോ നാരായണമൂർത്തിക്ക് മാത്രം അറിയാം, നാം ഇങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കല്പം എന്ന് പറയാനാണ് നിങ്ങൾ ശാസ്ത്രം പഠിക്കണ്ട. അതല്ല ശാസ്ത്രം ചെയ്തിട്ടുള്ളത്. ശാസ്ത്രം ചെയ്തിട്ടുള്ളത് എന്താണ്? കൃത്യമായി എങ്ങനെയാണ് ലോകം പ്രവർത്തിക്കുന്നതെന്ന് അറിയാനുള്ള ശ്രമമാണ് 500 വർഷമായി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പതിയെ പതിയെ ഈ നാരായണമൂർത്തിയും ഈ കൊടിമരത്തിന് അടിയിലെ ധൂമത്തിന്റെ ശക്തിയും ഒക്കെ ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാവുക എന്ന കാര്യം തന്നെയാണ് ശാസ്ത്ര പഠനം കൊണ്ട് നടക്കുന്നത്. അതിനു വേണ്ടിയാണ് ശാസ്ത്രം പഠിക്കുന്നത്. ഇന്ന് നമ്മുടെ ഒരു അഭ്യസ്ത വിദ്യന്റെ ലോകവീക്ഷണം എന്നത് ശാസ്ത്രം പകരുന്ന ലോകവീക്ഷണം ആവേണ്ടതുണ്ട്. അങ്ങനെ ആവുന്നുണ്ടോ എന്നിടത്താണ് നമ്മുടെ ശാസ്ത്ര പഠനത്തിന്റെ പരിമിതി നമ്മൾ കാണുന്നത്. ജീവന്റെയും മനുഷ്യരുടെയും സമൂഹങ്ങളുടെയും ഉൽപ്പത്തിയെക്കുറിച്ച് ലോകത്തിലെ വിവിധ പാരമ്പര്യങ്ങൾ പറഞ്ഞു പോകുന്ന എല്ലാ കഥകളും വസ്തുതാപരമായി തെറ്റാണ്. നൂൽക്കമ്പനിയെ കേശവൻ നമ്പൂതിരി മനസ്സിലാക്കുന്നത് പോലെയാണ് ഈ പ്രപഞ്ചത്തിന്റെ പ്രവർത്തനത്തെ, ഈ പ്രപഞ്ചത്തിന്റെ ജീവന്റെ, മനുഷ്യന്റെ, മറ്റു മൃഗങ്ങളുടെ, മറ്റു വസ്യങ്ങളുടെ ഒക്കെ ഉത്ഭവത്തെക്കുറിച്ചും ഒക്കെയുള്ള കഥകൾ നമ്മൾ വിശ്വസിച്ചു പോന്നിരുന്നത്. ഇന്നതല്ല. ഇതെല്ലാം വസ്തുതാപരമായി തെറ്റാണ് എന്ന് സയൻസിന്റെ കണ്ടെത്തലുകൾ വ്യക്തമാക്കി. ഇതൊരു ബുക്കാണ്, ക്രിയേഷൻ മിത്സ് ഓഫ് ദ വേൾഡ്. ലോകത്ത് എങ്ങനെ സംഭവിച്ചു ഈ ലോകം, നമ്മൾ എന്നും എല്ലാ കാലത്തും മനുഷ്യർ ഈ ഭൂമി എങ്ങനെ ഉണ്ടായി, ഇതെങ്ങനെ അത് വർക്ക് ചെയ്യുന്നത്, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി പ്രവർത്തിക്കുന്നു, മനുഷ്യരെങ്ങനെ ഉണ്ടായി എന്നൊക്കെ പഠിക്കാൻ അറിയാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരുപാട് കഥകളിലൂടെ മനുഷ്യർക്ക് എത്ര സമൂഹങ്ങളുണ്ടായിട്ടുണ്ടോ ഇവിടെയൊക്കെ ഇതുപോലെ രസകരമാകിയ കഥകൾ പറയണം, അതിനാണല്ലോ മനുഷ്യജന്മം എന്നാണ്. ഒരുപാട് കഥകൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. ഇവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവിടെയൊക്കെ ഉൽപ്പത്തി കഥകളുണ്ടായിട്ടുണ്ട്. ഇതാണ് ഇതില്ലേ, ആദിയില്ലല്ലോ അന്തമില്ലല്ലോ അക്കാലം പോയ യുഗത്തിൽ, അറിയില്ലേ? ഇരുളുമില്ലല്ലോ തെളിവുമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ തന്താനേ താനേ തന തന്താനേ താനേ ആദിയോളം നുലുവനയോ നുലു തണയോ താണുരുണ്ടു അതിമുട്ട വിണ്ട് പൊട്ടി മേലു ലോകം പൂകിയല്ലോ അതിമുട്ട വിണ്ട് പൊട്ടി കീഴ് ലോകം പൂകിയല്ലോ തെയ്യരയം 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 ദയരയം എന്ന് പറയുന്നത് ഇതൊരു പാട്ടാണ്. ഇതിലെന്താണ് ചെയ്യുന്നത്? എങ്ങനെ ലോകമുണ്ടായി എന്നുള്ളതിനെ കുറിച്ചൊരു കഥയാണത്. ഇതിനെ വേണം നമുക്ക് ബ്രഹ്മാണ്ടമായും ഒക്കെ വ്യാഖ്യാനിക്കാം. ഒരു കഥ, ഒരു അണ്ടം, ഒരു മുട്ട പൊട്ടിയാണ് ലോകമുണ്ടായത്. ഇതുപോലെ കഥകൾ പറയാത്ത സമൂഹങ്ങളില്ല. ഞാൻ ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞത്, ഇതുപോലുള്ള കഥകളൊക്കെ ശാസ്ത്രാധിഷ്ഠിത ലോകവീക്ഷണം വരുമ്പോൾ പരിഹാസ്യമാവുന്നു. അവിടെയാണ് അച്ഛനും അമ്മയും പറയുന്നതൊക്കെ അക്ഷരം തെറ്റാതെ വിശ്വസിക്കാൻ പറ്റാത്ത കുട്ടികളായി നിങ്ങളൊക്കെ മാറേണ്ടത്. അതിനാണ് പഠിക്കുന്നത്. അച്ഛനും അമ്മയും പറയുന്ന കഥകളൊക്കെ അതുപോലെ പറയാനുമാണെങ്കിൽ നമ്മളൊന്നും ശാസ്ത്രം പഠിക്കേണ്ട ആവശ്യമില്ല. പഞ്ചമേനോൻ വീണ്ടും ഇതിലേക്ക് പറയുന്നതാണ്, അക്കാലത്ത് നമ്മൾക്കെല്ലാം നമ്മളുടെ അമ്മാവന്മാരെ ഉണ്ടായിരുന്നൊരു ഭയം ഇനി ഈ ഭൂമിയുള്ള കാലം കാണുകയില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറെ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴേക്ക് എന്തോ ഒരു അഹമ്മതി താനേ വന്നുകൂടുന്നു. നമ്മൾക്കൊന്നും ഒരറിവുമില്ല, നമ്മൾ ശുദ്ധ വിഡ്ഢികളാണ് എന്ന് അവർക്ക് തോന്നിപ്പോകുന്നു. ഇത് കലിയുഗധർമ്മം എന്നേ പറയാനുള്ളൂ. ഇത് തന്നെയാണ് വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശം. കുട്ടികളെ അച്ഛനും അമ്മയും പറയുന്ന കഥകൾ, അവരുടെ പൂർവികർ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ ഇതൊക്കെ വെറും കഥകളാണ്. ഇതല്ല ദിസ് ഈസ് നോട്ട് ഹൗ ദ വേൾഡ് വർക്ക്സ്, ദിസ് ഈസ് നോട്ട് ഹൗ നേച്ചർ വർക്ക്സ്. ഇതാണ് നമ്മൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ പർപ്പസ്. അപ്പോൾ പിന്നെ എന്താ പറയുക, ആദ്യം ഭൂമിയെ ജലത്തിൽ സമുദ്രത്തിൽ കൊണ്ടേ ഒളിപ്പിച്ചു, അവിടെ വരാഹമായി വന്നു, ഇങ്ങനെ ഈ ഭൂമിയെ എടുത്ത് പൊക്കി എന്നൊക്കെയുള്ള കഥ പറയുമ്പോൾ, ഇതുപോലത്തെ കഥകൾ ഭൂമിയെക്കുറിച്ച്
ശാസ്ത്രത്തിന്റെ പ്രപഞ്ച വീക്ഷണം കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ ആ കുട്ടിക്ക് അത് പരിഹാസ്യമായി തോന്നുന്നതിൽ അത്ഭുതമില്ല. അപ്പൊ കഥകൾക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തും. ആദി പിന്നെ മുട്ട എന്നുള്ളത് നമ്മൾ ബ്രഹ്മാണ്ടമായും അതായതായും ബിഗ് ബാങ് ആയിട്ടൊക്കെ ചിലപ്പോൾ കൊണ്ടുപോകും. 1740 വരാഹാവതാരത്തിൽ പരന്ന ഭൂമിയായിരുന്നത് ഇന്നത്തെ ഭാഗവതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഉരുണ്ട ഭൂമിയാവും. ഇങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് കഥകളെ നമ്മളെങ്ങനെ കൊണ്ടുപോകും. പക്ഷെ ഇതൊക്കെ കഥകളാണ്, ഇങ്ങനെയല്ല ഇതൊന്നും പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ ഉള്ളൊരു ഭൂമിയും ഇതല്ല ഭൂമി ദേവിയും അതൊക്കെ ഒരു കഥ മാത്രമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതാണ് കഥാധിഷ്ഠിത ലോകവീക്ഷണവും ശാസ്ത്രാധിഷ്ഠിത ലോകവീക്ഷണവും തമ്മിലുള്ള വൈരുദ്ധ്യം. ഇത് രണ്ടാണ്, തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിനാണ് നാഷണൽ സയൻസ് ഡേ ഒക്കെ, ഇതാണ് സയന്റിഫിക് ടെമ്പർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ ക്രിയേഷൻ മിത്സ് ആണ്. എ മുതൽ സെഡ് വരെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ അക്കോമ, അയനു, അൽട്ടായിക്, ഓരോ ഇവിടെയൊക്കെ ജനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇവിടെയൊക്കെ ഇതുപോലെ നീണ്ടതുണ്ടോ. ഇത് അതിന്റെ ഇൻഡെക്സ് മാത്രമാണ്. ഞാൻ ഈ പറഞ്ഞ പുസ്തകത്തിലെ ക്രിയേഷൻ മിത്തുകളുടെ ഇൻഡെക്സ് ആണിത്. എ, ബി, സി, ഡി ഇങ്ങനെ പോവും. ഡിയിൽ ഡിങ്ക എന്നും കൂടെ കണ്ടു. ഡിങ്ക എന്നൊരു ജനവിഭാഗം ഉണ്ട് അപ്പോഴാണ് മനസ്സിലാക്കിയത്. സുഡാനിൽ ഡിങ്ക എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അത്ര, അവർക്കും ഉണ്ട് ഒരു ക്രിയേഷൻ മിത്ത്. കേരളത്തിൽ സമീപകാലത്ത് ഉണ്ടായിട്ടെന്നുള്ള പുതിയ ഒരു വിശ്വാസ പ്രസ്ഥാനമാണ് ഡിങ്ക മതം. അതുപോലത്തെ ഒരു പേര് പറയുന്നത് കണ്ടപ്പോൾ കൗതുകത്തിനെ എടുത്തിട്ടാണ് അവിടെ ഡിങ്ക. ഫോൺ ഇങ്ങനെ ഒരുപാട് ഇത്ര നിങ്ങൾ നോക്കൂ, എഫ്, ജി, ഐ, ചൈ, ജെ ഒക്കെ ഇങ്ങനെ നീണ്ടു പോകുന്ന വിവിധ ജനവിഭാഗങ്ങൾ, വിവിധ മതവിഭാഗങ്ങൾ ഇങ്ങനെ ഇവിടെയൊക്കെ ഉണ്ടോ. ഇവർക്കൊക്കെ ഇതുപോലെ ഉൽപ്പത്തി കഥകൾ മനുഷ്യനെ കുറിച്ചുണ്ട്. മംഗോളിയൻ, എം, എൻ, ഒ, പി തീർന്നില്ല, അങ്ങനെ പോവാണ്. സൈബീരിയൻ, ടാറ്റാ, സെഡ് വരെ, സുളു, സുനി ഇങ്ങനെ എല്ലാ ഗ്രൂപ്പുകൾക്കും ഇതുപോലുള്ള കഥകൾ ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായിട്ട് പിൽക്കാലത്ത് കൃഷിയും എഴുത്തുവിദ്യയും ഭരണകൂടവും ഒക്കെ സൃഷ്ടിച്ച നമ്മൾ മനുഷ്യർ ഒരൊറ്റ സ്പീഷീസിൽപ്പെട്ട ഒരു ആഫ്രിക്കൻ വാനരവർഗമാണ്. നമ്മളൊക്കെ വി ആർ ഓൾ ആഫ്രിക്കൻസ് ബേസിക്കലി. ആഫ്രിക്കയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ആദിമ വാനരവർഗം ഒരു 2 ലക്ഷം കൊല്ലം മുമ്പൊക്കെ ഉണ്ടായിട്ടുള്ള നമ്മളാണ്. ഒരു 1,30,000 കൊല്ലം മുമ്പ് ഇവിടുന്ന് തുടങ്ങി ഓരോ കാലത്തായിട്ട് ഇങ്ങനെ പിന്നെ 40,000 60,000 കൊല്ലം മുമ്പ് ഇങ്ങോട്ട്, 67,000 കൊല്ലം മുമ്പ് ഇവിടെ, 20,000 കൊല്ലം മുമ്പ്, 13,000 കൊല്ലം മുമ്പ് ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ഒരു 13,000 കൊല്ലം കൊണ്ട് അപ്പോഴേക്കും ലോകം മുഴുവൻ വ്യാപിച്ചു. ഇത് നമ്മൾ ഈ ഒരു വസ്തുത, വളരെ ലളിതമായ ഈ വസ്തുത പുരാതനമായ ഒരുപാട് ധാരണകളുടെ കടപുഴക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് കേൾക്കുന്ന ഒരു പ്രധാന, ആരാണ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത്? ഇന്ത്യയിൽ ആദ്യമുണ്ടായവരാരാണ്? അവരാണ് യഥാർത്ഥ ഇന്ത്യക്കാർ. മറ്റേവർ ഇതൊന്നും എല്ലാവരും പുറത്തുനിന്ന് വന്നവരാണ്, എല്ലാവരും ആഫ്രിക്കക്കാരാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ അതോടെ അവസാനിക്കും. ഇതുപോലുള്ള തിരിച്ചറിവുകൾ കേവലമായ ശാസ്ത്രധാരണകളെ മാത്രമല്ല നമ്മുടെ സാമൂഹ്യ ധാരണകളെ കൂടി ഉടച്ചു വാർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരൊറ്റ സ്പീഷീസിൽപ്പെട്ട ഒരു ആഫ്രിക്കൻ വാനരവർഗമാണ് ലോകത്തുള്ള സർവ്വ മനുഷ്യരും എന്ന സത്യം നമുക്ക് ഇന്നറിയാം. നമ്മുടെ പൂർവികർ അറിയുമായിരുന്നില്ല. അപ്പോൾ പൂർവികർക്കെല്ലാം അറിയാമായിരുന്നില്ല, അവർക്കിതൊന്നും അറിയില്ല. നമ്മളൊരു ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരു വാനരവർഗമാണ് നമ്മളൊക്കെ എന്നുള്ളത്. അവിടെ നിന്ന് എല്ലാവരും തുടങ്ങുന്നതെന്നുള്ളത്. അതിന് ശേഷമാണ് നമ്മൾ ഈ കണ്ട എ മുതൽ സെഡ് വരെയുള്ള എണ്ണമറ്റ ഈ ക്രിയേഷൻ മിത്തുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും 1000 കൊല്ലങ്ങൾക്കിടയിൽ മാത്രമാണ്. ഒരു 4-5 കൊല്ലങ്ങൾക്കിടയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന ഈ മനുഷ്യരൊക്കെ ഉണ്ടാക്കിയ കഥകളാണ് നമ്മൾ കാണുന്നതൊക്കെ. ഇപ്പൊ ഇതൊക്കെ നമുക്ക് അറിയാമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പൂർവികരിൽ നിന്ന് കഥാധിഷ്ഠിത ലോകവീക്ഷണം പുലർത്തിയിരുന്ന നമ്മുടെ പൂർവികരിൽ നിന്ന് ശാസ്ത്രാധിഷ്ഠിത സയൻസ് അധിഷ്ഠിത ലോകവീക്ഷണം പുലർത്തിയ നമ്മുടെ ധാരണകൾ എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു നഖചിത്രമാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ ചില സൂചനകളാണ് തരുന്നത്. ഒന്നിതാണ്, വി ആർ ഓൾ ആഫ്രിക്കൻസ്. ഇതൊരു വലിയ തിരിച്ചറിവാണ്. സർവ്വ ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്നതും ഏതാണ്ട് 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജൈവപൂർവ രാസവസ്തുക്കളിൽ നിന്ന് ഉടലെടുത്തതുമായ ജീവി വംശവൃക്ഷത്തിന്റെ ഒരു ചുള്ളി മാത്രമാണ് നമ്മുടെ സ്പീഷീസ് എന്നും നമുക്ക് ഇന്ന് അറിയാം. വലിയ കുറേ സംസ്കൃത വാക്കുകളായി പോയി, മനസ്സിലായോ? അടിസ്ഥാനപരമായി ഈ ജീവൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റാത്ത, ജീവൻ എന്ന് നമ്മൾ പേര് വിളിക്കുന്ന പ്രത്യേകതകളൊന്നുമില്ലാത്ത
രാസവസ്തുക്കളിൽ നിന്ന് ഉടലെടുത്ത് വളരെ ലളിതമായ ജീവികളിൽ നിന്നും പരിണമിച്ചുണ്ടായി കൂടുതൽ കൂടുതൽ സങ്കീർണമായി വന്ന നമ്മളിലേക്കുള്ളൊരു ഒറ്റ വരിയല്ല, വിവിധ ശാഖോപശാഖകളായി ഉണ്ടായി വന്ന ഈ ട്രീ ഓഫ് ലൈഫ്, ജീവവൃക്ഷത്തിന്റെ ഒരു കൊമ്പിൽ ഉള്ള വേറൊരു നഗ്നവാനരൻ മാത്രമാണ് നമ്മൾ. സന്ദർഭവശാൽ നമ്മളുടെ അടുത്ത ബന്ധുക്കളാരും, വളരെ അടുത്ത ബന്ധുക്കളാരുമില്ല, ചില കസിൻസ് മാത്രമേ ഇന്ന് ജീവിച്ചിരിക്കുള്ളൂ. അതൊരു ഇറ്റ് ഇസ് ഓൺലി എ ക്വിർക്ക്, ഒരു യാദൃച്ഛികത മാത്രമാണ്. അല്ലെങ്കിൽ പലതരം മനുഷ്യന്മാർ, രണ്ടു തരം ആനകൾ ഭൂമിയിലുണ്ട്, എത്രയോ തരം പൂച്ചകളുണ്ട്. വീട്ടുപൂച്ച മുതൽ നാട്ടുപൂച്ച, കാട്ടുപൂച്ച, പിന്നെ സിംഹം, കടുവ, പുലി, വരയമ്പുലി, പുലിമുരുകൻ, ഇങ്ങനെ പലതായി നിൽക്കുന്ന ഈ പുലികളിൽ മനുഷ്യൻ ഒന്ന് മാത്രമായി പോയത് കേവലമായ യാദൃച്ഛികതയാണ്. അല്ലെങ്കിൽ ഒരുപാട് തരം മനുഷ്യരും ഭൂമിയിലുണ്ടായതിനെ ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷെ ചില യാദൃച്ഛികതകളുണ്ട്. നമ്മൾ ഈ ആഫ്രിക്കയിൽ നിന്ന് നമ്മൾ വന്നപ്പോൾ എത്രയോ ജീവവംശങ്ങളുടെ വംശനാശം വന്നു പോയിട്ടുണ്ട്. രണ്ടേ തരം ആനകളേ ഉള്ളൂ, പുളി മേമത്തുകളൊന്നും ഇന്നില്ല. ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പേ, ഏതാനും 1000 കൊല്ലങ്ങൾക്ക് മുമ്പെയാണ് അത് വംശനാശം വന്നു പോയത്. നമ്മളും വംശനാശത്തിന്റെ വക്കത്തെടുത്തിരുന്നു. ഒരു കാലത്ത് മറ്റെല്ലാ ആൾക്കുരങ്ങന്മാരും ഒരുപാട് മനുഷ്യന്മാർ നശിച്ചു പോയൊരു കാലത്ത് കേവലം 600 പേര് മാത്രമുള്ള ഒരു ബാൻഡായിട്ട് നമ്മൾ ചുരുങ്ങിപ്പോയി എന്നാണ് അന്നത്തെ ഒരു കണക്ക്. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ വീണ്ടും പെറ്റുവരുകി ഈ ലോകം മുഴുവനും വ്യാപിച്ചത്. ഇതൊക്കെ യാദൃച്ഛികതയാണ്. ജീവന്റെ ഈ ടേപ്പ് റീവൈൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും പ്രത്യക്ഷപ്പെടുമായിരുന്നു എന്നതിന് ഒരു ഉറപ്പുമില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ടേപ്പ് റീവൈൻഡ് ചെയ്താൽ, അതുപോലെ ഇവിടെ ഒരു ശാഖ നിങ്ങൾക്ക് ഇവിടെ എങ്ങാനും കാണാം. പിന്നെ ഇവിടെ ഡൈനോസാറുകളുടെ ശാഖ കാണാം. പുരാതനമായ കഥകളിലൊന്നും ഡൈനോസാറുകളില്ല കേട്ടോ. പുരാതനമായ ഉൽപ്പത്തി കഥകളിലൊന്നും ഡൈനോസാറിനൊന്നും കാണില്ല. അപ്പോൾ ഈ ഡൈനോസാറുകൾ വാണിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഒരു മാസ് എക്സ്റ്റിങ്ഷൻ, ഒരു വലിയ ഉൽക്കാപാതം കൊണ്ട് ഈ ലോകം മുഴുവൻ നശിച്ചു പോയില്ലായിരുന്നെങ്കിൽ നമ്മൾ ഉണ്ടാവില്ലായിരുന്നു. ഇവിടെ മുഴുവനും ഡൈനോസാറുകൾ ഇങ്ങനെ നടന്നേനെ. ഇവിടെയൊക്കെ അവരൊക്കെ നശിച്ചുപോയി. അതിൻ്റെ ബാക്കി ഈ ഡൈനോസാറിൽ നിന്നുണ്ടായ ആ അറ്റത്തുണ്ടായ ഒരു ചെറിയതാണ് ഇന്നത്തെ പക്ഷികൾ. ഈ ഡൈനോസാറുകളുടെ ബ്രാഞ്ചാണ്. അതുപോലെ വേറൊരു ബ്രാഞ്ചിൽ നിന്ന് ഇവിടെ ഉണ്ടായിരുന്ന എലികളെ പോലെ ഉണ്ടായിരുന്ന ചെറിയ ജീവികളുടെ ഒരു ബ്രാഞ്ച് വളർന്ന് നമ്മളുണ്ടായിരുന്നു. അപ്പോൾ സർവ്വജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്നതും ഏതാണ്ട് 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജൈവ പൂർവ്വ രാസവസ്തുക്കൾ ഉടലെടുത്തതുമായ ജീവി വംശവൃക്ഷത്തിന്റെ ഒരു ചുള്ളി മാത്രമാണ് നമ്മുടെ സ്പീഷീസ് എന്ന് നമുക്ക് ഇന്ന് അറിയാം. നമ്മുടെ പൂർവികർക്ക് അത് അറിയുന്നുണ്ടായിരുന്നില്ല. ഇതാണ് കഥാധിഷ്ഠിത ലോകവീക്ഷണവും ശാസ്ത്രാധിഷ്ഠിത ലോകവീക്ഷണവും തമ്മിലുള്ള വ്യത്യാസം. വി നോ ബെറ്റർ. യെസ്, ഒരു വാചകം ഞാൻ ജസ്റ്റ് വെച്ചേക്കട്ടെ. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി സേഫ് ടു സേ ദാറ്റ് ഇഫ് യു മീറ്റ് സംബഡി ഹു ക്ലെയിംസ് നോട്ട് ടു ബിലീവ് ഇൻ എവല്യൂഷൻ, ദാറ്റ് പേഴ്സൺ ഈസ് ഇഗ്നോറന്റ്, സ്റ്റുപ്പിഡ് ഓർ ഇൻസെയിൻ. റിച്ചാർഡ് ഡോക്കിൻസ്. ആ വാചകം കൂടി അവിടെ പറഞ്ഞേക്കാം. അത് തെറ്റിദ്ധാരണ വേണ്ടാന്ന്. വേറൊന്ന്, നമ്മുടെ ഗാലക്സിയിലെ 10,000 കോടി നക്ഷത്രങ്ങളിൽ ഒന്നിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹത്തിലാണ് നമ്മൾ വസിക്കുന്നത് എന്നും നമ്മൾ ഇതിൻ്റെ കേന്ദ്രത്തിലൊന്നുമല്ല. ആന്ത്രോപോസെൻട്രിക്കായ ഒരു ജീവിവീക്ഷണം, ലോകവീക്ഷണം വേണ്ട, മനുഷ്യ കേന്ദ്രീയമായ ലോകവീക്ഷണം. ഇതൊക്കെ സൃഷ്ടിച്ച വിധാനം നമുക്ക് വേണ്ടി ഒക്കെ എനിക്ക് വേണ്ടി, ആകാശം ഉണ്ടായത് എനിക്ക് വേണ്ടി എന്ന് പറയുന്നില്ല. അതുപോലെ അങ്ങനെയല്ല, ആന്ത്രോപോസെൻട്രിക്കായ ലോകവീക്ഷണം വേണ്ട, ജിയോസെൻട്രിക്കായ ഒരു പ്രപഞ്ചവീക്ഷണവും നമുക്കിന്നില്ല. മനുഷ്യനെ കേന്ദ്രമാക്കിയല്ല ഈ പിന്നെ ജീവികളൊക്കെ ഉള്ളത്, ഭൂമിയെ കേന്ദ്രമാക്കിയല്ല ഈ പ്രപഞ്ചവും ഇരിക്കുന്നത്. നമ്മുടെ ഗാലക്സിയിലെ 10,000 കോടി നക്ഷത്രങ്ങളിൽ ഒന്നിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹത്തിലാണ് നമ്മൾ വസിക്കുന്നതെന്നും 1350 കോടി വർഷം പ്രായമുള്ള ഈ പ്രപഞ്ചത്തിൽ നമ്മുടേതുപോലെയുള്ള 10,000 കോടി ഗാലക്സികളുണ്ട് എന്നും നമുക്കിന്നറിയാം. എത്ര വിശാലമാണ്. നമ്മളൊന്നുമല്ല, മനസ്സിലായോ? നമ്മുടെ ഗാലക്സിയിൽ മാത്രം 10,000 കോടി. ഈ ആകാശഗംഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാലക്സി കൂടി മാത്രം 10,000 കോടി നക്ഷത്രങ്ങളുണ്ട്. അതിൽ ഒരു നക്ഷത്രത്തിന്റെ ചുറ്റുമുള്ള ഒരു ഗ്രഹത്തിൽ ജീവിക്കുന്ന കുറേ മൃഗങ്ങളിൽ ഒരു മൃഗം മാത്രമാണ്. അങ്ങനത്തെ 10,000 കോടി ഗാലക്സി ഉണ്ട്. അതൊക്കെ എത്രയോ. ഇതൊരു പ്രപഞ്ചമാണ്. ഇനി വേറെ പ്രപഞ്ചമുണ്ടെന്ന് നമുക്ക് തീരുമാനമായിട്ടില്ല. ഈ പെയിൽ ബ്ലൂ ഡോട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാൽസാഗൻ പറയുന്ന പോലെ കേട്ടോ.
ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് ഈസ് ഹോം, ദാറ്റ്സ് എസ് ഓൺ ഇറ്റ്. ഈ ഒരു സ്പെക്ക് ഓഫ് ഡസ്റ്റ് എന്ന് പറയാം. ഈ വിശാലമായ പ്രപഞ്ചത്തിൽ ഈ ഒരു സ്പോട്ടിൽ നമ്മൾ വട്ടട്ട് വെച്ചിരിക്കുകയാണ്. ഓൺ ഇറ്റ് everyone you love, everyone you know, everyone you ever heard of, every human being who ever was lived out their lives. ഈ ഒരു സ്പോട്ടിൽ the aggregate of our joy and suffering, thousands of confident religions, ideologies and economic doctrines, every hunter and forager, every hero and coward, every creator and destroyer of civilization, every king and peasant, every young couple in love, every mother and father, hopeful child, inventor and explorer, every teacher of morals, every corrupt politician, every superstar, every supreme leader, every saint, every sinner in the history of our species lived there on a mote of dust suspended in a sunbeam. ഇതാണ് ശാസ്ത്രീയ ലോകവീക്ഷണം. എത്ര എന്താ പറയുക, എത്ര ചെറുതാണ് നമ്മുടെ ഉൽപ്പത്തി കഥകൾ, എത്ര വിശാലമാണ് ശാസ്ത്രീയ ലോകവീക്ഷണം നമ്മൾ അറിയേണ്ടത്. വി ആർ മിഡിൽ വേൾഡ് മങ്കീസ്. സ്ഥലം, കാലം, ദ്രവ്യം എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ സഹജാവബോധം, അവർ ഇൻറ്റ്യൂഷൻസ് അബൌട്ട് സ്പേസ്, ടൈം ആൻഡ് മാറ്റർ അതിസൂക്ഷ്മതലത്തിലോ അതിസ്ഥൂലതലത്തിലോ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന് നമുക്കിന്നറിയാം. നമ്മുടെ ഒരു മിഡിൽ വേൾഡാണ് നമ്മുടെ. മിഡിൽ വേൾഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മളൊരു മീറ്റർ കണക്കിൽ, മീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ, ഇതിലൊക്കെയുള്ള അതാണ് നമ്മുടെ ലോകധാരണ. ഇതിനപ്പുറത്തേക്ക് മൈക്രോമീറ്റർ, നാനോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ലോകം നമുക്ക് പരിചിതമല്ല. നമ്മളറിയുന്ന നമ്മുടെ ഇൻറ്റ്യൂഷൻസ്, നമ്മുടെ ധാരണകൾ, സ്ഥലത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചുമുള്ള നമ്മുടെ ധാരണകൾ അമ്പേ തെറ്റിപ്പോകും ഈ ചെറിയ ലോകത്തേക്ക്, ഈ മൈക്രോ വേൾഡിലേക്ക് വന്നാൽ. അതുപോലെ തന്നെ ഒരു ഗാലക്റ്റിക് ആൻഡ് യൂണിവേഴ്സൽ ലെവലിലേക്ക് അങ്ങോട്ട് പോയാലും നമ്മുടെ ഇതൊന്നും മതിയാവില്ല. കാരണം എന്താണ്? നമ്മളെ എങ്ങനെ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. ഇതിന്റെ നാഭ്യമൃണാള നളങ്ങൾ അഗാധ നിഗൂഢത ഏതിൻ ചുഴികളിൽ അപഗാഹിച്ചു നുഴഞ്ഞു പടർന്ന് അതിനറ്റത്തൻ ജനി നളിനവുമുളവായി എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ള മിഡിൽ വേൾഡ് മങ്കീസാണ് നമ്മൾ. നമുക്ക് ഇതിനു വേണ്ടിയാണ് നമ്മൾ പരിണമിച്ചു വന്നിട്ടുള്ളത്. നമ്മുടെ കാഴ്ചയും നമ്മുടെ ശ്രവണശേഷിയും നമ്മുടെ സ്പർശനശേഷിയും ഒക്കെ ഈ മിഡിൽ വേൾഡിൽ അധികം വലുപ്പമില്ലാത്ത, തീരെ ചെറുതല്ലാത്ത ഈ ലോകത്ത് ജീവിക്കാനാണ് നമ്മൾ പരിണമിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതാണ് നമുക്ക് പരിചയം. ഇതും നമ്മുടെ പൂർവികർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, നമുക്ക് മാത്രമേ ഇതറിയൂ. അതിസൂക്ഷ്മതലത്തിലോ യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുന്നില്ല. ഭൗതിക ലോകത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ, ന്യൂട്ടന്റെ നിയമമായാലും ഐൻസ്റ്റൈൻ്റെ നിയമമായാലും നിങ്ങൾ പഠിക്കുന്ന കെമിസ്ട്രിയിലെ നിയമങ്ങളായാലും ഒക്കെയും ഈ നിയമങ്ങൾക്ക് മനുഷ്യർക്ക് ക്ഷേമമുണ്ടാക്കുക എന്ന ലക്ഷ്യമേ ഇല്ല. നമ്മുടെ പൂർവിക കഥകളിലൊക്കെ മനുഷ്യരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എല്ലാ പ്രപഞ്ച നിയമങ്ങളും. ഹാപ്പി, ഇതൊരു ഗ്രീക്ക് ഗോഡസ് അല്ല, സോറി, ഈജിപ്ഷ്യൻ ദൈവമാണ്. നമ്മൾ ഇന്ന് പരിചയമുള്ള ദൈവങ്ങളെക്കാളൊക്കെ ദീർഘകാലം ഒരു ജനവിഭാഗം മൊത്തം വിശ്വസിച്ചു പോകുന്നത്. 5000-6000 കൊല്ലം. നമ്മുടെ പല മതങ്ങൾക്കും അത്രയും പഴക്കമില്ല. 6000 കൊല്ലമൊക്കെ വിശ്വസിച്ചു പോകുന്ന ഒരു വളരെ മാന്യനായ, വളരെ ബഹുമതികൾ ലഭിച്ചിരുന്ന ഒരു വലിയ ദൈവമാണ് ഹാപ്പി. അത് ദ ഗോഡ് ഓഫ് ആനുവൽ ഫ്ലഡിങ് ഓഫ് ദി നൈൽ എന്നാണ്. അപ്പോൾ ഈ നൈൽ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന ദേവതയാണ് ഹാപ്പി. ആനുവൽ ഫ്ലഡ്, ഈ നൈലിന്റെ ഈ വാർഷിക വെള്ളപ്പൊക്കമാണ് ഈജിപ്റ്റ് എന്ന ഈ മരുഭൂമിയെ ഒരു ഫലഭൂയിഷ്ടമാക്കിയിരുന്നത്. അതിലാണ് അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ ഇറ്റ് വാസ് സെറ്റ് ടു ബി ദ അറൈവൽ ഓഫ് ഹാപ്പി എന്നാണ്. ഈ ദേവതയുടെ വരവാണെന്നാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് അവിടെ ഫലഭൂഷ്ടി ഉണ്ടാക്കാൻ വേണ്ടി ദേവതയുടെ എഴുന്നള്ളത്തേക്കാണ് ഓരോ വർഷവും അവർ കൊണ്ടാടിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെയൊന്നുമല്ല പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ഇന്നറിയാം. 2004 സുനാമി വന്നിട്ട് ഇത്രയും ആൾക്കാർ ഇങ്ങനെ കൊന്നപ്പോൾ നമ്മൾ ആരും അത് എന്ത് ചെയ്തില്ല, ഇതൊരു ദേവതയുടെ ലോകത്തേക്കുള്ള പ്രവേശനമാണ് എന്നൊന്നും ആരും പറഞ്ഞിട്ടുണ്ടാവും. അപൂർവമായിട്ട് 1-2 ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും. എങ്ങനെ ഇതിനെ പ്രവചിക്കാമെന്നാണ് നമ്മൾ നോക്കിയത്. ഒരു 50 കൊല്ലം മുമ്പേ, 50 കൊല്ലം വേണ്ട, എൻ്റെയൊക്കെ കുട്ടിയായിരുന്ന കാലത്ത് പോലും ഒരു 10-40 കൊല്ലം മുമ്പ് വരെയൊക്കെ സ്ഥിരമായി ഈ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വരുന്ന സുനാമി, ഈ സൈക്ലോണുകൾ ആന്ധ്രയിലൊക്കെ തീരപ്രദേശങ്ങളിൽ എത്രയോ മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇന്നങ്ങനെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? വാണിംഗ് സിസ്റ്റം അത്രയും നമ്മളത് വികസിച്ചു കഴിഞ്ഞു. റിമോട്ട് സെൻസിങ് പറഞ്ഞാൽ നമുക്കറിയാം, മണിക്കൂറുകൾ മുമ്പേ നമുക്ക് പ്രവചിക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ 1000-10,000 ആൾക്കാർ ഇതേപോലെ മരിച്ചുകൊണ്ടിരുന്നിടത്ത് ഇന്ന് ഒരാൾ പോലും മരിക്കുന്നില്ല. ഇപ്പോൾ
ഇന്ന് നമുക്ക് ഹാപ്പി എന്ന ദേവത അപ്രത്യക്ഷമായി. കഥാധിഷ്ഠിതമായ ലോകവീക്ഷണമല്ല, ശാസ്ത്രാധിഷ്ഠിതമായ ലോകവീക്ഷണമാണ്. ഇന്ന് ഇത് 1216 പിന്നെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഗോപുരം ഉണ്ടാക്കുന്നത്. അതിന് മിന്നൽ രക്ഷാ ചാലകങ്ങളൊക്കെ നമ്മൾ ഇന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നുണ്ട് മിന്നൽ തട്ടിയിട്ട് ഒരു 150 അടി ടോളായ ടവറിൽ മിന്നൽ തട്ടിയപ്പോൾ അതിൻ്റെ ഒരു വ്യാളി മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ മൊത്തം അടിച്ചു പോയാൽ അത്ര വലിയ മിന്നലുണ്ടായി, അതിനെ രക്ഷിക്കാൻ പറ്റും. പ്രതികാരദാഹികളായ ദേവന്മാരും മാന്ത്രിക ശക്തികളും ഒക്കെ സായൻസിക, ഞാൻ ആ വാക്ക് പറഞ്ഞത് ശാസ്ത്രീയ എന്നുള്ള വാക്കിന് പകരമാണ്, സായൻസികമായ അറിവ്, ശാസ്ത്രീയ അറിവിന് മുന്നിൽ അപ്രത്യക്ഷമായതോടെയാണ് നരബലി, മൃഗബലി. ഇത് 1903 ഒരു ചിത്രമാണ്. ഇന്നും കുറേയൊക്കെ നടക്കുന്നുണ്ട് ഇത്. മൃഗബലി, ഈ കാളി പൂജയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ആടിനെ വെട്ടുക. അപ്രത്യക്ഷമായതോടെ നരബലി, മൃഗബലി, മന്ത്രവാദിനി വേട്ട. ഇന്ന് പ്രസാദ് സാർ സൂചിപ്പിച്ചു വിച്ച് ഹണ്ടിങ്. ഇന്ത്യയിൽ നിന്നും വിച്ച് ഹണ്ടിങ് നടത്തുന്ന സംസ്ഥാനങ്ങളുണ്ട്. എത്രത്തോളം ഈ കഥാധിഷ്ഠിത ലോകവീക്ഷണത്തെ ശാസ്ത്രാധിഷ്ഠിത ലോകവീക്ഷണം റീപ്ലേസ് ചെയ്യുന്നുണ്ടോ അത്രയുമാണ് ഈ നമ്മുടെ വിച്ച് ക്രാഫ്റ്റും ഇതിനെക്കുറിച്ചുള്ള വിശ്വാസങ്ങളൊക്കെ ഇല്ലാതാവുന്നത്. ഈ മൃഗബലിയൊക്കെ ഇല്ലാതാവുന്നത്. ഇപ്പോൾ നമ്മൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 2008 മുതൽ 2013 വരെയുള്ള കണക്കുകളാണ്. 160 പിന്നെ സ്ത്രീകളാണ് പ്രധാനമായിട്ടും ഇതിന് ഇരകളാവുന്നത്. അവർ പിശാചുക്കളാണ്, മന്ത്രവാദികളാണെന്ന് പറഞ്ഞിട്ട് കൊന്നല്ലേ ആൾക്കാർ. ജാർഖണ്ഡ്, ഹരിയാന, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീസ, ആന്ധ്ര, രാജസ്ഥാൻ, ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. രാജസ്ഥാനിൽ വളരെ കുറവാണ്, മറ്റു സംസ്ഥാനങ്ങളൊക്കെ. നമ്മുടെ നാട്ടിൽ ഏതായാലും അത്രയില്ല. അപ്പോൾ 160, 175, 160 ഇങ്ങനെയൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കണം നമ്മൾ. അപ്പം ഇത് അപ്രത്യക്ഷമാവുന്ന എപ്പോഴാണ്? എന്താണ്? ഇതൊരു കഥാധിഷ്ഠിതമായ ലോകവീക്ഷണമാണ്. ആൾക്കാർക്ക് ഇങ്ങനെ ഈ പ്രപഞ്ച നിയമങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കും. ഒരു ഗ്രാമത്തിലെ മുഴുവൻ കാലികളെയും കൊന്നുകളയാൻ ഒരു ദോഷപ്രവൃത്തിക്ക് സാധിക്കും. കുട്ടികൾക്ക് അസുഖം വന്ന് മരിക്കുന്നു, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു ഗ്രാമത്തിൽ ഈ സ്ത്രീ ചെയ്യുന്ന ദുർമന്ത്രവാദം കൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരെ ഉടനെ പിന്നെ ഹണ്ട് ചെയ്ത് അവരെ കൊന്നുകളയാന്നുള്ള ഈ സംഗതി വരുന്നത് എവിടെയാണ്? ഈ ധാരണയില്ലാത്തതുകൊണ്ടാണ്. എങ്ങനെ? ഭൗതിക ലോകത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾക്ക് മനുഷ്യർക്ക് ക്ഷേമമോ അതുപോലെ തന്നെ ദോഷമോ ഉണ്ടാക്കുക എന്ന ലക്ഷ്യമൊന്നുമില്ല. നേച്ചർ ഈസ് ഇൻഡിഫറൻറ്റ് ടു അസ്. നമ്മളെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് എന്ന തിരിച്ചറിയലിൽ നിന്നാണ് ഇന്ന് മന്ത്രവാദിനികൾ കൊല്ലപ്പെടാതാവുന്നത്, നരബലികൾ നടക്കാതാവുന്നത്. ദിസ് ഈസ് സയന്റിഫിക് ടെമ്പർ. ഇതാണ് സയന്റിഫിക് ടെമ്പർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഉണ്ടാക്കാനാണ് ഭരണഘടന പറയുന്നത്. ഇതിനാണ് സയൻസ് ഡേ നമ്മൾ നടത്തുന്നത്. ദീസ് വിമൻ ആർ അക്യൂസ്ഡ് ഓഫ് ബീയിങ് വിച്ചസ്. ഇത് ഒരു വീഡിയോ കാണാം യൂട്യൂബിൽ പോയാൽ. സോഷ്യൽ അവയർനെസ് ക്യാമ്പയിൻ അഗൈൻസ്റ്റ് ദ കില്ലിംഗ് ഓഫ് ഇന്നസെന്റ് പീപ്പിൾ ഓൺ സസ്പീഷൻ ഓഫ് വിച്ച് ക്രാഫ്റ്റ്. ഇത് പോലീസുകാരും രാഷ്ട്രീയക്കാരും ഒക്കെ നടത്തേണ്ടി വരികയാണ്. ഇതുകൊണ്ടാണ് ഈ സയൻസ്, ഈ ശാസ്ത്രാധിഷ്ഠിത ലോകവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ച നിയമങ്ങൾക്ക് പ്രത്യേക ഉദ്ദേശങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നതോടുകൂടിയാണ് നമ്മുടെയും നമ്മുടെ ജീവിവർഗത്തിൻ്റെയും നമ്മുടെ ഗ്രഹത്തിൻ്റെ തന്നെയും ക്ഷേമം ഉറപ്പുവരുത്തുക എന്നത് വേറെ ഒരു ശക്തിയും അവിടെ ഇല്ല എന്ന് മനസ്സിലാകുമ്പോഴാണ് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാവുന്നത്. അതുകൊണ്ടാണ് ഗ്ലോബൽ വാർമിംഗ് നിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാവുന്നത്. സ്പീഷീസിലെ എക്സ്റ്റിങ്ഷൻ, ഈ ജീവിവർഗങ്ങളുടെ തിരോധാനം എന്നത് മനുഷ്യന്റെ ഉത്തരവാദിത്തമാവുന്നത് വേറൊരു പ്രപഞ്ചശക്തിയും പ്രപഞ്ചാതീത ശക്തിയും പ്രകൃതിയതീത ശക്തിയും ഇതൊന്നും കൺട്രോൾ ചെയ്യാനില്ല എന്ന് നമുക്ക് വ്യക്തമാവുന്നതുകൊണ്ടാണ്. അവർ വേൾഡ് വ്യൂ ഇൻഫ്ലുവൻസസ് ദ ആക്ഷൻസ് വി ടേക്ക്. കഥാധിഷ്ഠിതമായ ലോകവീക്ഷണമല്ലാതെ ശാസ്ത്രാധിഷ്ഠിതമായ ലോകവീക്ഷണം ഉണ്ടാകുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. വേൾഡ് വ്യൂ ആണ് നമ്മുടെ മെത്തേഡ്സിനെയും പ്രാക്ടീസസിനെയും ആക്ഷൻസിനെയും ഒക്കെ അൾട്ടിമേറ്റ് ആയിട്ട് നിർണ്ണയിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും കഥാധിഷ്ഠിതമായ ലോകവീക്ഷണമുള്ള അധികാരികൾ പല കാര്യങ്ങളിലും ഉത്തരവാദിത്വരഹിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് മാത്രം ഒരു ഒറ്റ വാചകത്തിൽ ഞാനിവിടെ പറഞ്ഞു വെക്കാം. നിങ്ങളത് ആലോചിച്ചാൽ മതി. ഇന്ന് കേൾക്കുന്ന ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ പല ഇതും ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയുടേതായാലും ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? ഗണപതിയെ പ്ലാസ്റ്റിക് സർജറി ചെയ്താണ് ഉണ്ടാക്കിയതാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുടെ മനോനിലയിൽ സ്വാഭാവികമായും ഗ്ലോബൽ വാർമിംഗ് എന്നതൊരു കഥയാണ് എന്ന് വരുന്നതിൽ അത്ഭുതമില്ല. അതാണ് ലോകവീക്ഷണമാണ് നമ്മുടെ ആക്ഷൻസ് നിർണ്ണയിക്കുന്നത്. കഥാധിഷ്ഠിത ലോകവീക്ഷണം ഉള്ള ആൾക്കാർ
ചെയ്യുന്നത് പോലെയല്ല ശാസ്ത്രാധിഷ്ഠിത ലോകവീക്ഷണമുള്ള ആൾക്കാർ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ലോകത്തിൽ ഇടപെടുന്നതും എന്നാണ് ഞാൻ പറയുന്നത്. ഇക്കാലത്ത് അഭ്യസ്തവിദ്യയായ ഒരാളുടെ ലോകവീക്ഷണം എന്നത് സയൻസ് നമുക്ക് പകർന്നു തരുന്നതെന്തോ അതാവണം, അതല്ലെങ്കിൽ അതാവണം. ഈ സായൻസിക ലോകവീക്ഷണമാണ് അയാളുടെ ധാർമ്മികമോ ആധ്യാത്മികമോ ആയ വീക്ഷണങ്ങളെ രൂപപ്പെടുത്തുന്നത് അല്ലെങ്കിൽ രൂപപ്പെടുത്തേണ്ടത്. അത് ശാസ്ത്രം പഠിക്കുന്നത് കേവലം ശാസ്ത്ര വസ്തുതകൾ തിരിച്ചറിയാൻ മാത്രമല്ല, അത് നമ്മുടെ ധാർമ്മിക നിലപാടുകളെ പോലും സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് മനുഷ്യരോട് ഉത്തരവാദിത്വമുണ്ട്, ഈ ലോകത്തോട് ഉത്തരവാദിത്വമുണ്ട്, ഇവിടുത്തെ മറ്റു മൃഗങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്, ഈ ആവാസ വ്യവസ്ഥയോട് ഉത്തരവാദിത്വമുണ്ട് എന്ന് വരുന്ന ധാർമ്മിക ഉത്തരവാദിത്വം എവിടെ നിന്നാണ് വരുന്നത്? കഥാധിഷ്ഠിതമായ ലോകവീക്ഷണത്തിന് പകരം ശാസ്ത്രാധിഷ്ഠിതമായ ലോകവീക്ഷണം നമ്മൾ സ്വീകരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. സയൻസാൽ ദീപ്തമീ ലോകം, സയൻസാൽ അഭിവൃദ്ധികൾ, സയൻസ് എന്നേ തമസെല്ലാം സയൻസിനെ തൊഴുന്നു ഞാൻ എന്ന് സയൻസ് ദശകം എന്ന ഒരു പദ്യകൃതിയിൽ സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ട് 1934. അദ്ദേഹത്തിന്റെ ഗുരു നാരായണ ഗുരു ദൈവദശകം എന്നാണ്. അത് ദൈവത്തിനെ കുറിച്ച് പുകഴ്ത്തിക്കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യൻ എഴുതുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യൻ തന്നെയാണ്. അദ്ദേഹം എഴുതുന്നത് സയൻസ് ദശകമാണ്. ഇതാണ് വ്യത്യാസം. എങ്ങനെയാണ് ഒരൊറ്റ തലമുറ കൊണ്ട് കഥാധിഷ്ഠിത ലോകവീക്ഷണം ശാസ്ത്രാധിഷ്ഠിത ലോകവീക്ഷണമാവുന്നതെന്ന്. ഇന്ന് അതാണ് ഞാൻ പറഞ്ഞത്. നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുകയും CV രാമൻ ഗവേഷണം നടത്തുകയും ചെയ്തിരുന്ന ഒരു ഇന്ത്യയിൽ ജനിച്ച ഒരാൾ എന്ന നിലയിൽ ഇന്നത്തെ ഇന്ത്യയെ ഞാൻ കാണുമ്പോൾ ഇവിടെ സയന്റിഫിക് ശാസ്ത്രത്തിനും ശാസ്ത്രാധിഷ്ഠിത ലോകവീക്ഷണത്തിനും ഒക്കെ ഒരു പിന്നോട്ടടി ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യമാണ്. മനുഷ്യജീവിതത്തിന്റെ ഭൗതികവും ബൗദ്ധികവും ധാർമ്മികവുമായ മണ്ഡലങ്ങളിൽ ഗുണപരമായ അഭിവൃദ്ധി നൽകിപ്പോരുന്ന സയൻസിനെ നമ്മുടെ വിവിധ സാമൂഹ്യ സ്ഥാപനങ്ങൾ അവഗണിക്കുകയോ അപഹസിക്കുകയോ ഇന്ന് ചെയ്യുന്നുണ്ട്. നമ്മുടെ സംസ്കാരത്തിൽ തന്നെ അങ്ങനെ അപഹസിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. സയൻസ് റൂയിനിങ് എവറിത്തിങ് സിൻസ് 1543 എന്നാണ്. ആ വർഷമാണ് 1543 ആണ് ഈ ഇംഗ്ലീഷ് ശാസ്ത്രം നമ്മൾ പറഞ്ഞില്ലേ, ഇംഗ്ലീഷ് ശാസ്ത്രത്തിന്റെ ഒരു ഡിഫൈനിങ് ഇയർ ആയിട്ട് പറയും. ഒരുപാട് ബസേലിയസിന്റെ അനാട്ടമി പുസ്തകം വന്ന വർഷമാണ്. ഒരുപാട് പുതിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ള വർഷമാണ്. അന്നു മുതൽ ഒരു ജിയോസെൻട്രിക്കായ ലോകവീക്ഷണത്തെ, ഭൂകേന്ദ്രീയമായ പ്രപഞ്ച വീക്ഷണത്തെ ശാസ്ത്രം മാറ്റി. മനുഷ്യ കേന്ദ്രീയമായ ഒരു ധാരണയെ നമ്മൾ മാറ്റി. മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ധാരണ മാറി. ഒരുപാട് പുരാതന കഥകൾ, ഒറ്റക്കൊമ്പുള്ള യൂണിക്കോണാണ്, ഒരുപാട് പുരാതന കഥകളെ ശാസ്ത്രം കഥകളുടെ ലോകത്തേക്ക് തള്ളി മാറ്റി, യാഥാർത്ഥ്യ ലോകത്ത് നിന്ന്. റൂയിനിങ് എവറിത്തിങ് സിൻസ് 1543 അതാണ് ശാസ്ത്രം ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. ഇതിന് വലിയ ഒരു വെല്ലുവിളി നമ്മുടെ പഴയ കഥാധിഷ്ഠിത ലോകവീക്ഷണത്തിനെ പുലർത്തുന്നവരിൽ നിന്നും ഈ ലോകവീക്ഷണങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷം ഉണ്ട്. ഈ സയന്റിഫിക് ടെമ്പറിനെ കുറിച്ച്, ഈ സയന്റിഫിക് ടെമ്പറിന്റെ വാക്ക് തന്നെ നമുക്ക് കൊണ്ടുവന്നത് നെഹ്റുവാണ്. അദ്ദേഹത്തിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയിലെ അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്: സയൻസിന്റെ പ്രയോഗത്തിനും അപ്പുറത്തുള്ളതാണ് സായൻസിക മനോവൃത്തി, ശാസ്ത്രീയ മനോവൃത്തി എന്നത്. ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് ആർ ഇന്നെവിറ്റബിൾ ആൻഡ് അൺഅവോയ്ഡബിൾ ഫോർ ഓൾ കൺട്രീസ് ആൻഡ് പീപ്പിൾസ്. അതില്ലാതെ ആർക്കും പറ്റില്ല. ഈ ചിത്രം കണ്ടില്ലേ? സയൻസിന്റെ ആപ്ലിക്കേഷൻ ഇല്ലാതെ ഇന്ന് ആർക്കും പറ്റില്ല. ഇയർഫോണൊക്കെ വെച്ച് ആപ്പിളിന്റെ ലാപ്ടോപ്പൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതില്ലാതെ ഇന്ന് ജ്യോത്സ്യം പോലും സാധ്യമല്ല എന്നുള്ളതാണ്. ഇതൊക്കെ ആവശ്യമുണ്ട്, എല്ലാവരും പ്രയോഗിക്കുന്നുണ്ട്. ബട്ട് സംതിങ്, പക്ഷേ ഇവിടെ എന്തില്ല? സയന്റിഫിക് ടെമ്പർ ഇല്ല. ബട്ട് സംതിങ് മോർ ദാൻ ഇറ്റ്സ് അപ്ലിക്കേഷൻ ഈസ് നെസസറി എന്നാണ് നെഹ്റു പറയാം. ശാസ്ത്രത്തിന്റെ പ്രയോഗത്തിനപ്പുറത്താണ് സയന്റിഫിക് ടെമ്പർ. ശാസ്ത്രീയ സായൻസിക മനോവൃത്തിയെക്കുറിച്ച് നെഹ്റു പറഞ്ഞതാണ്. ഇത് സായൻസിക സമീപനമാണത്. സാഹസികവും അതേസമയം വിമർശനാത്മകവും, അഡ്വഞ്ചറസ് ആൻഡ് യെറ്റ് ക്രിട്ടിക്കൽ ടെമ്പർ ഓഫ് സയൻസ്. ഇംഗ്ലീഷിനെ ഞാൻ വളരെ അഭിദഗ്ധമായി മലയാളത്തേക്ക് തർജ്ജമ ചെയ്തതാണ്. ഇംഗ്ലീഷിന്റെ ഭംഗി ഇതിനില്ല. സാഹസികവും അതേസമയം തന്നെ വിമർശനാത്മകവുമായ സയൻസിന്റെ മനോഭാവം, പരീക്ഷിക്കാതെയും പരിശോധിക്കാതെയും യാതൊന്നും സ്വീകരിക്കാൻ തയ്യാറാവാതിരിക്കൽ, പുതിയ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ പഴയ നിഗമനങ്ങൾ തിരുത്താനുള്ള കഴിവ്, മുൻകൂർ സിദ്ധാന്തങ്ങൾക്കുപരിയായി നിരീക്ഷിക്കപ്പെട്ട വസ്തുതകളെ ആശ്രയിക്കൽ, ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഉപയോഗിക്കലല്ല സയൻസ്. ഇതാണ് സയൻസ്. ഇത് സയന്റിഫിക് ടെമ്പർ. ഇതൊരു മനോഭാവമാണ്, ഒരു മനോവൃത്തിയാണ്. ഇത് ഒരിക്കൽ കൂടി എനിക്ക് ആവർത്തിക്കണമെന്നുണ്ട്, അതുകൊണ്ട് ഇംഗ്ലീഷിൽ ആവർത്തിച്ചാൽ ഇറ്റ് ഈസ് ദ സയന്റിഫിക് അപ്രോച്ച്
the adventurous and yet critical temper of science, the search for truth and new knowledge, the refusal to accept anything without testing and trial, the capacity to change previous conclusions in the face of new evidence, the reliance on observed fact and not on preconceived theory, the hard discipline of the mind, all this is necessary, not merely the application of science. Not merely for the application of science, but for life itself and the solution of its many problems. ഇന്ന് വളരെ കിണഞ്ഞ് പരിശ്രമിച്ച് ഇന്ത്യ മറയ്ക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൈതൃകത്തിൽ നിന്നാണ് ഈ വാക്കുകൾ, നെഹ്റുവിന്റെ പൈതൃകത്തിൽ നിന്നാണ് സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് വരുന്നത്. The scientific approach and temper are or should be a way of life, a process of thinking, a method of acting and associating with our fellow men. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ലോകവീക്ഷണമാണ്, പ്രപഞ്ചവീക്ഷണമാണ് നമ്മൾ എന്താണ് ആക്ട് ചെയ്യുന്നത്. ഹൗ വി ആക്ട് ഇൻ ദിസ് വേൾഡ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഹൗ വി വ്യൂ ദ വേൾഡ്. നമ്മുടെ ലോകവീക്ഷണമാണ് നിർണ്ണയിക്കുന്നത്. സോ സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്, എ പ്രോസസ് ഓഫ് തിങ്കിങ്, എ മെത്തേഡ് ഓഫ് ആക്ടിങ് ആൻഡ് അസോസിയേറ്റിംഗ് വിത്ത് അവർ ഫെലോ മെൻ. ഇത് ശാസ്ത്ര വിദ്യാഭ്യാസം തീർന്നുപോയി ജോലി വാങ്ങി ഇതുപോലുള്ള അലുമിനി മീറ്റുകളിൽ, അലുമിനി പരിപാടികളിൽ പേരായി നിങ്ങളുടെ പേരുകൾ ഇവിടെ വരുമ്പോഴും നിങ്ങൾ കൊണ്ടു നടക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ പഠിച്ച ശാസ്ത്രമൊക്കെ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവാം, കുറേയൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. എങ്ങനെയാണ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവുന്നത്, എങ്ങനെയാണൊക്കെ മറന്നുപോയാലും വാട്ട് യു ഷുഡ് മെയിൻറ്റെയിൻ ഇസ് എ സയന്റിഫിക് ടെമ്പർ, എ പ്രോസസ് ഓഫ് തിങ്കിങ്, എ മെത്തേഡ് ഓഫ് ആക്ടിങ് ആൻഡ് അസോസിയേറ്റിംഗ് വിത്ത് അവർ ഫെലോ മെൻ. ഇതാണ് ശാസ്ത്ര വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ടത്. നിർഭാഗ്യവശാൽ ഇന്ന് കിട്ടാതാവുന്നത്, പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം നമ്മൾ ശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് കിട്ടാതായി പോകുന്നത് സയന്റിഫിക് ടെമ്പറാണ്. കഥാധിഷ്ഠിത മനോവൃത്തി, പരമ്പരാഗത മനോവൃത്തി, അച്ഛനും അമ്മയും പറയുന്ന വാക്കുകൾ, അതും ശാസ്ത്രീയ മനോവൃത്തിയും തമ്മിലുള്ള സംഘർഷത്തിന്റെ വെളിച്ചത്തിൽ വേണം നമ്മൾ ദേശീയ ശാസ്ത്ര ദിനത്തെ വീക്ഷിക്കാൻ എന്നാണ് ഞാൻ പറയാം. അത് ആ ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ നാഷണൽ സയൻസ് ഡേന്റെ കോണ്ടെക്സ്റ്റിലാണ് നമ്മളിത് പറയുന്നത്. ഇത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ്, ഒരു പുസ്തകമാണ്, ഏജ് ഓഫ് റീസൺ, യുക്തിയുഗം എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ച ഒരു കവർ സ്റ്റോറിയാണ് രാമനും മാരമ്മയും ഇന്ത്യൻ ശാസ്ത്രബോധവും, ഡോക്ടർ മനോജ് കോമത്ത് എഴുതിയ ലേഖനം. അതിന്റെ കവർ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ഈ ഫലകത്തിന് ഒരു കഥ പറയാനുണ്ട് ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. അതിലെ ചില വാചകങ്ങൾ, ഒരു പാരഗ്രാഫിനോട് വായിക്കാം. രാമനും മാരമ്മയും, സി വി രാമനെ ഓർക്കാനുള്ള ദിവസമായതുകൊണ്ടാണ്. രാമനും മാരമ്മയും ഇന്ത്യൻ ശാസ്ത്രബോധവും. തലക്കെട്ടിലെ രാമൻ പ്രശസ്ത ശാസ്ത്രജ്ഞനും നോബൽ സമ്മാനാർഹനുമായ രാമൻ ഇഫക്റ്റിന്റെ ഉപജ്ഞാതാവായ പ്രൊഫസർ സർ സി വി രാമൻ. മാരമ്മയോ ബാംഗ്ലൂർ നഗരത്തിലെ ഒരു കോണിലെ ആൽമര ചുവട്ടിൽ കിടന്ന ഒരു കരിങ്കല്ലും. ഈ രണ്ട് പേരുകളും തമ്മിലുള്ള പാരസ്പര്യത്തിന്റെ കഥ ഇന്ത്യൻ ശാസ്ത്രബോധത്തിന് സംഭവിച്ച ദുർഗതിയുടെ നേർസാക്ഷ്യം കൂടിയാണ്. മാരമ്മ ഇന്ന് ബാംഗ്ലൂർ വാസികളുടെ ഇഷ്ടദൈവങ്ങളിൽ പ്രമുഖമായ ഒന്നാണ്. കൃത്യമായ ഉത്ഭവം പറയുക വയ്യ. ചുറ്റും ധാരാളം പുറംപോക്കുകളുള്ള സർ സി വി രാമൻ സർക്കിളിന്റെ ആ സർക്കിളിന്റെ പേര് സർ സി വി രാമൻ സർക്കിൾ എന്നായിരുന്നു. ഈ സർക്കിളിന്റെ പേര് സി വി രാമൻ സർക്കിൾ. നിങ്ങൾക്ക് ഇവിടെ ഒരു ബോർഡ് കാണാം. ഈ ബോർഡ് മഞ്ഞ ബോർഡിൽ എഴുതിയിരുന്നു സർ സി വി രാമൻ സർക്കിൾ. അതിന്റെ ചിത്രം ഇവിടെ ഉണ്ട്, പഴയ ഫോട്ടോ. അതിലത് എഴുതിയാണ് സി വി രാമൻ സർക്കിൾ എന്നാണ്. ആ ഫോട്ടോ ഇതിലുണ്ട്, സി വി രാമൻ സർക്കിൾ. ഇദ്ദേഹം പഠിപ്പിച്ചിരുന്ന സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, അദ്ദേഹം പഠിപ്പിക്കുകയും വളരെ ദീർഘകാലം അതിന്റെ തലവനായി പ്രവർത്തിക്കുകയും ചെയ്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ പുറത്ത് ഉള്ള ഒരു സർക്കിളാണ് സർ സി വി രാമൻ സർക്കിൾ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ 1ാം ഗേറ്റിന് വെളിയിലുള്ള ആൽമര ചുവട്ടിലെ കരിങ്കല്ലായിരുന്നു മാരമ്മ എന്ന് ന്യായമായും കരുതാം. അത് ദൈവിക പദവിയിലേക്ക് ഉയരുന്നത് രാമന്റെ മരണശേഷം ഒരു ദശകമെങ്കിലും കഴിഞ്ഞിട്ടാവണം. 1970 രാമൻ മരിക്കുന്നത്. അത് ആ കാലത്ത് ഇവിടെ മാരമ്മയില്ല, ഒന്നുമില്ല. രാമൻ മരിച്ച് അതിനും കഴിഞ്ഞൊരു 10 വർഷം കഴിഞ്ഞിട്ടാണ് മാരമ്മയുടെ കഥ വരുന്നത്. രാമനും മാരമ്മയും എന്നാണ് നമ്മുടെ കഥ. എന്നോ ഒരു ദിവസം ആൽച്ചുവട്ടിലെ കല്ലിന് മുന്നിൽ ചിരാതിൽ തിരിതെളിഞ്ഞു. ഇത് ഇന്ത്യയിൽ മാത്രം നടക്കുന്ന ഒരു മഹാസംഭവമാണ്. തൃശ്ശൂർ പോകുന്ന വഴിക്ക് വിയ്യൂര് ജയിലുണ്ട്. ആ ജയിലിൽ ഒരു കരിങ്കലിന്റെ ഫലകത്തിന് മുന്നിൽ ഒരുപാട് ചിരാതും പിന്നെ വെളുക്കവും ഒരു കാലത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഞാൻ അടുത്ത് പോയി നോക്കിയപ്പോൾ എന്താണ്, ദിവാൻ സർ ശങ്കരയ്യവഹ എന്ന് എഴുതിച്ചിട്ടുണ്ട് മുകളിൽ. അപ്പൊ അത് പഴയ ഒരു ബോർഡായിരുന്നു. അന്ന് ആ കാലത്ത് കരിങ്കലിൽ കൊത്തിക്കൊണ്ട ബോർഡ് എഴുതാം. അപ്പോൾ ദിവാൻ സർ ശങ്കരയ്യ വക പബ്ലിക് പാർക്ക് എന്നാണ് ആ ബോർഡ്. പക്ഷെ അത് വട്ടത്തിൽ ഇങ്ങനെ കൊത്തി വെച്ച് കണ്ടാൽ എന്തോ ഒരു വിഗ്രഹമാണ് ആൾക്ക് തെറ്റിദ്ധരിക്കും.
അത് പിന്നെ അവിടെ ജയിലായി. അപ്പോഴും ഈ ജയിലിന്റെ മതിലിന് പുറത്ത് ഈ കല്ല് അവിടെ കിടന്നു. അത് കാലക്രമത്തിൽ അതിന്റെ പേരൊക്കെ മാഞ്ഞുപോയി. അതെന്താണ് ആർക്കും തിരിച്ചറിയാതായി. പിന്നെ അതിന് മുന്നിൽ ചെരാത് വന്നു, വിളക്ക് വന്നു. ഭാഗ്യത്തിന് ഇപ്പോഴും അമ്പലമായിട്ടില്ല, സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അത് ദൈവിക പദവിയിലേക്ക് വരുന്ന രാമന്റെ മരണശേഷം ഒരു ദശകമെങ്കിലും കഴിഞ്ഞിട്ടാവണം. എന്നോ ഒരു ദിവസം ആൽച്ചുവട്ടിലെ കല്ലിന് മുന്നിൽ തിരിതെളിഞ്ഞു. പിന്നെ പൂവും ചന്ദനത്തിരിയും പ്രത്യക്ഷപ്പെട്ടു. ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത കല്ലിനെ ദൈവമാക്കുന്ന ഇന്ത്യൻ പ്രതിഭാസം അവിടെ അരങ്ങേറി. മല്ലേശ്വരം വഴി തുങ്കൂറിലേക്കും മറ്റും പോകുന്ന ദീർഘദൂര യാത്രക്കാർ ആൽച്ചുവട്ടിലേക്ക് നാണയങ്ങൾ എറിഞ്ഞു. തുടർന്ന് അക്ഷരാർത്ഥത്തിൽ മണി MONEY കിലുങ്ങി. കല്ലിനെ പരിപാലിക്കാൻ പൂജാരി വന്നു. ചെറിയ മേൽക്കൂര ഉയർന്നു. അവിടെ കുടികൊള്ളുന്ന മാരിയമ്മ ലോപിച്ചതാവാം. മാരമ്മ എന്ന ഉഗ്രമൂർത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ വന്നു. ഇതൊന്നും 1970 ഇല്ല, വളരെ റീസെന്റ് ആയിട്ട് പുതിയ ഐതിഹ്യങ്ങളുണ്ടായി. സർക്കിൾ വഴി പോകുന്നവർ വാഹനം നിർത്തിയിറങ്ങി വഴിപാടുകൾ അർപ്പിച്ചു. പതുക്കെ ബലിക്കല്ലും മണ്ഡപവും സ്തംഭവും ഗോപുരവും ഒക്കെയായി മാരമ്മ ടെമ്പിൾ പുറമ്പോക്ക് കൈയടക്കി വളർന്നു. ഇതൊക്കെ കൺമുന്നിൽ നമ്മൾ കാണുന്നതാണ്. തൃശ്ശൂർ, ഞാൻ ഒറ്റപ്പാലം താമസിക്കുന്നത്. ഒറ്റപ്പാലം തൃശ്ശൂർ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഒരു എന്താ മോളെ സ്ഥലത്തിന്റെ പേര്, ഒരു അമ്പലമുണ്ടല്ലോ, അയ്യപ്പ ക്ഷേത്രം. റോട്ടിന്റെ സൈഡിൽ പേര് ഓർമ്മയില്ല, ഒരു അയ്യപ്പ ക്ഷേത്രമില്ലേ? ഒരു 10-20 കൊല്ലം മുമ്പൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കല്ലെറിഞ്ഞ വളരെ ചെറിയൊരു സാധനമായിരുന്നു അവിടെ. ആൾക്കാരൊക്കെ ചില്ലറ എറിഞ്ഞു കൊടുക്കും. ഇപ്പം ആൾക്കാർ വണ്ടി നിർത്തി ഇറങ്ങി പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ വലിയ സംഭവമായി. ഇപ്പോൾ വലിയൊരു ടൗൺഷിപ്പ്, ചെറിയൊരു അങ്ങാടിയായി, വലിയ സംഭവമായി. നമ്മുടെ കൺമുന്നിൽ ഇതൊക്കെ നടക്കുന്നത്. ഇന്ത്യയിൽ പ്രധാനമായി നടക്കുന്ന ഒരു വ്യവസായം ഇതാണ്. ഇത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന് പുറത്ത് നടക്കുന്നത്. ഇത് കൺമുന്നിൽ നമ്മൾ കാണുന്നത്. പതുക്കെ ബലിക്കല്ലും മണ്ഡപവും സ്തംഭവും ഗോപുരവും ഒക്കെയായി മാരമ്മ ടെമ്പിൾ പുറമ്പോക്ക് കൈയടക്കി വളർന്നു. ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല, കൈയടക്കി വളർന്നു. നഗര പരിസരത്തെ മറ്റ് കാളി സങ്കല്പങ്ങൾക്കില്ലാത്തൊരു പ്രത്യേക വൈഭവം മാരമ്മക്കുണ്ടെന്നാണ് വെപ്പ്. വാഹനങ്ങളുടെ സംരക്ഷണം, വാഹന പൂജയാണ് പ്രധാന വഴിപാട്. പറഞ്ഞും കേട്ടും ആ സർക്കിൾ മാരമ്മ സർക്കിൾ എന്നറിയപ്പെട്ടു എന്നാണ്. അപ്പൊ CV രാമൻ സർക്കിൾ എന്നുള്ള പേര് പതുക്കെ ഇല്ലാതായി. അവിടെ അത് മാരമ്മ സർക്കിളായി. ശാസ്ത്രാധിഷ്ഠിത ലോകവീക്ഷണത്തെ കഥാധിഷ്ഠിത ലോകവീക്ഷണം റാഞ്ചുന്നതിന്റെ ഒരു എന്താ പറയുക, ഒരു പ്രതീകമായാണ് ഞാൻ ഈ സംഭവത്തെ കാണുന്നത്. ഒരു കാലത്ത് ഹോമി ഭാബയും വിക്രം സാരാഭായിയും ഒക്കെ വിദ്യാർത്ഥികളായി നടന്നു പോന്നിരുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഗേറ്റ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഭിമാന താരങ്ങൾ രാജ്യത്ത് ന്യൂക്ലിയർ ടെക്നോളജിയും സ്പേസ് ടെക്നോളജിയും ഒക്കെ വികസിപ്പിച്ചെടുത്ത് ലോകത്തിന്റെ മുന്നിൽ നമ്മുടെ മാനമുറപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഗേറ്റിന് വെളിയിൽ മാരമ്മ ഇഫക്റ്റ് തകൃതിയായി പുരോഗമിക്കുകയായിരുന്നു. ഇന്ന് വാഹന പൂജയുടെ ദിവസങ്ങളിൽ ടെമ്പിളിലെ തിരക്ക് കാരണം ആ ഗേറ്റിലൂടെയുള്ള പ്രവേശനം ബുദ്ധിമുട്ടായിത്തീരുന്നു. ഇപ്പോഴത്തെ ബാംഗ്ലൂർ നഗരഭൂപടത്തിൽ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പോയിന്റാണ് മാരമ്മ സർക്കിൾ. അതിന്റെ ഒരു ഭാഗത്ത് സർ CV രാമൻ സർക്കിൾ ആണെന്ന് സൂചിപ്പിക്കാൻ പണ്ട് സ്ഥാപിച്ചിരുന്ന ഫലകം ഇപ്പോഴുമുണ്ട്. ഇവിടെ കാണാം. 5 വർഷം മുൻപ് വരെ അത് ആരും ശ്രദ്ധിക്കാതെ പൊന്തയും വള്ളിയും മൂടിക്കിടന്നിരുന്നു. ഇപ്പോൾ മെട്രോ റെയിലിന്റെയും അണ്ടർപാസിന്റെയും പണികൾക്ക് ശേഷം സർക്കിൾ മുഖമിനുക്കിയപ്പോൾ ആ ഫലകത്തിലുണ്ടായിരുന്ന അക്ഷരങ്ങൾ മായ്ച്ച് മഞ്ഞ പെയിന്റ് അടിച്ച് ഭംഗിയാക്കി. തൊട്ടപ്പുറം ക്ഷേത്രഗോപുരത്തിൽ റോഡിലേക്ക് ഉഗ്രദൃഷ്ടി പായിച്ചുകൊണ്ട് മാരമ്മയുടെ ശില്പം ഇരിക്കുകയാണ്. ഒരു ചോദ്യചിഹ്നമായിട്ടല്ല, ഭാരതീയ സമൂഹത്തിന്റെ ശാസ്ത്രബോധത്തിന് എന്തു പറ്റി എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട്. ഇതാണ് ശാസ്ത്രാധിഷ്ഠിത ലോകവീക്ഷണം കഥാധിഷ്ഠിത ലോകവീക്ഷണമായി മാറിപ്പോകുന്ന സമകാലിക ഇന്ത്യൻ അവസ്ഥയുടെ ചിത്രം. ഇതേ ബാംഗ്ലൂരിലേക്കാണ് വേറൊരു കഥയിലേക്ക് നമ്മൾ അടുത്ത് പോകുന്നത്. ബാംഗ്ലൂരിൽ സൂപ്പർ സ്റ്റാറാണ്. ഇന്ത്യ ടുഡേ ടോപ്പ് 10 കോൺട്രവേഴ്സ്യൽ ഗോഡ്മാൻ ഓഫ് ഇന്ത്യ എന്നുള്ള നിത്യാനന്ദ സ്വാമി. ഇദ്ദേഹത്തിന്റെ അവദാനങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വലിയ വലിയ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാക്കിയ മഹാനാണ് ഇദ്ദേഹം. ഈ മാരമ്മ കൈയടക്കുന്ന സർക്കിളുകൾ കൈയടക്കുന്ന ബാംഗ്ലൂരിൽ ഒരുപാട് ഏറിയ കൈയടക്കി ഉള്ള വലിയൊരു സ്വാമിയാണ് നിത്യാനന്ദ സ്വാമി. ഇദ്ദേഹത്തിന്റെ ഒരു ശിഷ്യയുടെ ഒരു അഭൗത സിദ്ധികളാണ് ഇദ്ദേഹം കൊടുക്കുന്നത്. ജാവേദ് അക്തർ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, 3 വ്യവസായങ്ങളാണ് ഭയങ്കരമായിട്ട്. ഒന്ന് ആംസ്, ഡ്രഗ്സ്, പിന്നെ സ്പിരിച്വാലിറ്റി. 3 കച്ചവടങ്ങളാണ് ഭയങ്കരമായി നടക്കുന്നത്. അത് മറ്റ് 2 എന്തെങ്കിലും വസ്തുക്കൾ വേണം, ഇതിലൊരു വസ്തുവും വേണ്ട. സ്പിരിച്വാലിറ്റിയുടെ കച്ചവടത്തിൽ ഒരു വസ്തുവും വേണ്ട, വേറെ പലതും ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ഇയാൾ സിദ്ധി കൊടുക്കുന്ന ആളാണ്. നമ്മുടെ പുതിയ ബാംഗ്ലൂർ, CV രാമന്റെ ബാംഗ്ലൂരല്ല, പുതിയ ബാംഗ്ലൂരിലെ ഈ ഇദ്ദേഹം സിദ്ധികളാണ് കൊടുക്കുക. അപ്പൊ ഇദ്ദേഹം സിദ്ധി കൊടുത്ത ഒരു കുട്ടിയുടെ ഒരു വീഡിയോ ആണ്. ഇദ്ദേഹത്തെ ആ വീഡിയോന്റെ കഷ്ണം തന്നെയാണിത്. അതിലൊരു ഇതാണ്. ആ വീഡിയോയുടെ പേര് ഇതാണ്, ഗേൾ ഡെമോൺസ്ട്രേറ്റ്സ് കൂൾ സൂപ്പർ പവർ തേർഡ് ഐ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുണ്ട്. 5 ലക്ഷം ആൾക്കാരാണ് കണ്ടിട്ടുണ്ട്.
5 ലക്ഷത്തി, ഇതാണ് മീഡിയ, 5,358,130 വലിയൊരു ഭീകര സംഖ്യ. ഇത്രയും ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഭൗമസിദ്ധി. ഇതാണ് ഇന്ത്യയിലെ ലോകമെങ്ങും ഇന്ന് ചെലവാകുന്ന മനോവൃത്തി. അപ്പോൾ ഇതാണ് അദ്ദേഹം കൊടുത്ത സിദ്ധിയാണ് കുട്ടിക്ക് വെച്ചിരിക്കുന്നത്, കണ്ണ് കെട്ടി വായിക്കാനുള്ള സിദ്ധി. ഇത്രയും ആൾക്കാർ കാണുകയും വലിയ കാര്യമായി അദ്ദേഹം ഇതായിട്ട് കോഴ്സൊക്കെ നടത്തുന്നുണ്ട്. 6 ലക്ഷത്തിന് മേലെയാണ് ഫീസ്. ഇത് പഠിപ്പിക്കാനുള്ള ഫീസ് അദ്ദേഹം വാങ്ങിക്കുന്നത്. അതും കൂടെ നമുക്ക് കാണാം. വളരെ സന്തോഷമായി. $10,000 പറഞ്ഞു. അപ്പോൾ തേർഡ് ഐ യു റിയലി ഹാവ് ഇറ്റ്. ഇൻട്രാ ഓർഗാനായിട്ട് മൂന്നാമതൊരു കണ്ണുണ്ട്. ഇത് കംപ്ലീറ്റ് കെട്ടിക്കഴിഞ്ഞാലും വായിക്കാവുന്നതാണ്. 6 ലക്ഷം രൂപ എടുത്തിട്ട് പഠിച്ച വിദ്യയാണ് ഇപ്പോൾ. 2 വർഷം മുമ്പ് ഈ അതീന്ദ്രിയ സിദ്ധി ഒരു വ്യവസായമായി കേരളത്തിൽ പടർന്നതാണ്. നിങ്ങൾ ഓർമ്മയുണ്ടാവും, മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ ഓർമ്മയുണ്ടാവും. ഇത് കേരളത്തിൽ പടർന്നിരുന്നു. 2015 കേരളത്തിൽ വലിയൊരു ജ്വരമായിട്ട് കേരളത്തിൽ മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്നുള്ള പേരിൽ ഈ സാധനം വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അന്ന് വന്ന സംഗതികൾ. നിങ്ങളുടെ കുട്ടികൾക്ക് പഠനത്തിൽ ഏകാഗ്രത ലഭിക്കുന്നില്ല, പഠിച്ച കാര്യങ്ങൾ ഓർക്കുന്നില്ല. അപ്പോൾ അതിന് മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ ബേസിക്കലി എന്താണ്? കണ്ണ് കെട്ടി വായിക്കാൻ പഠിപ്പിക്കുകയാണ്. ഇത് 2 ദിവസം കൊണ്ട് തന്നെ കുട്ടികൾ കണ്ണ് കെട്ടി ഈ അതീന്ദ്രിയമായ സിദ്ധി നേടും. അവർ ഭയങ്കര. അപ്പോൾ അതിനൊന്ന് സയന്റൈസ് ചെയ്തു, അതിന് പുതിയൊരു ടേൺ കൊടുത്തു. അതീന്ദ്രിയ സിദ്ധി എന്ന് പറഞ്ഞതിന് പകരം കേരളത്തിൽ ചിലവാകുന്നൊരു കാര്യം എന്താണ്? ലോകം മൊത്തത്തിൽ തട്ടിപ്പുണ്ട്. നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ ചില പ്രത്യേക സിദ്ധികളെ തട്ടി ഉണർത്തുകയാണ് മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ. ഒരു ശാസ്ത്രമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. അതിനെക്കുറിച്ച് തന്നെ വിശദമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ പോയാൽ കാണാം. ഇങ്ങനെ പറഞ്ഞിട്ട് കേരളത്തിൽ ഒരു വെക്കേഷൻ്റെ മൊത്തം 2015 വലിയൊരു ക്രേസായിട്ട് കേരളത്തിൽ ഈ സാധനം വന്നു, കണ്ണുകെട്ടി വായന എന്നുള്ളത്. 2015 കണ്ണുകെട്ടി കാഴ്ച എന്ന തട്ടിപ്പ് കച്ചവടത്തിൻ്റെയും ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാണാം അവിടെ. ഇവരിങ്ങനെ പലതും കുട്ടികൾക്ക് അവർ കണ്ണുകെട്ടി സൈക്കിൾ ഓടിക്കുന്നു. ഇതൊക്കെ ഒരു അത്ഭുതകരമായ ഒരു സിദ്ധിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു സ്പിരിച്വൽ വ്യാപാരി ഇതിനെ ഒരു അതീന്ദ്രിയ സിദ്ധി എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇവിടെ ഇത് ലേശം മാറ്റിയിട്ട് മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ സാധനത്തിനെ വിറ്റുകൊണ്ടിരുന്നു കേരളത്തിൽ. ഇതിനെ ഞങ്ങൾ കുറച്ച് പേര് അതിനെ തുറന്നു കാട്ടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. എങ്ങനെ ഇത് പറയുന്നതെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഒരു ശാസ്ത്രാധിഷ്ഠിത ലോകവീക്ഷണം ഉള്ള നമ്മളൊക്കെ ഇത്തരത്തിലുള്ള കഥാധിഷ്ഠിതമായ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നതിനൊരു മോഡലായിട്ടാണ് ഞാനിത് പറയുന്നത്. ശാസ്ത്രം പഠിക്കുന്ന നിങ്ങൾക്കൊക്കെ അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. അച്ഛനും അമ്മയായാലും പുറത്തുള്ളവരായാലും കഥാധിഷ്ഠിതമായി ഈ പറയുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലോകവീക്ഷണം അനുസരിച്ച് പരീക്ഷിക്കാനും പരിശോധിക്കാനും വിമർശിക്കാനുമുള്ള കടമ നിങ്ങൾക്കുണ്ടെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇതാണ് ഞങ്ങളന്ന് ശ്രമിച്ചത്. ഇവിടെ ഞങ്ങളൊരു കണ്ണുകെട്ടി വായന 5 ലക്ഷം രൂപ ഇങ്ങനെ ശരിക്ക് കണ്ണുകെട്ടി വായിക്കാനും 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഫസർ നരേന്ദ്ര നായിക്കിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളൊരു പ്രോഗ്രാം നടത്തി. ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ അസോസിയേഷൻ, ഞങ്ങൾ ഈ യുക്തിയുഗം മാസിക, സയൻസസ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ചേർന്നിട്ട് ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. എക്സ്പോസിങ് മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് ആ പ്രോഗ്രാമിൻ്റെ വീഡിയോ, എക്സ്പോസിങ് മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ സ്കാൻ, ആ വീഡിയോ നിങ്ങൾക്ക് ഓൺലൈൻ കാണാം. 1 ലക്ഷത്തിലധികം ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തം തന്നെ ഇത് വളരെ വ്യാപകമായി, ഇന്ത്യയിലെ ഡൽഹിയിലും വലിയ മേജർ ടൗണുകളിലൊക്കെ ഈ സംഭവമുണ്ട്, സിറ്റികളിലൊക്കെ. അതൊക്കെ ഈ ഒരു ശ്രമം കേരളത്തിൽ ഞങ്ങൾ നടത്തിയ ചെറിയ ശ്രമം കൊണ്ട് തന്നെ വലിയൊരു അളവോളം നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്ത പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോ ആണ്. കുറച്ച് ചെറിയ ഭാഗം, ഇത് ലോങ് വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. Once upon the last day of a golden summer, there was a boy and a bear, and together they had many grand adventures in a remarkable place called the 100-acre wood. But the grandest and most Now, this is in English. There's one other girl I've activated. ഒരു തരത്തിലുള്ള ട്രെയിനിങ്ങും ഇല്ലാതെ ഒരു കുട്ടിയോട് ജസ്റ്റ് കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പം തന്നെ നമ്മൾ ഒരു എന്താ പറയുക, ഒരു 5 മിനിറ്റ് പരിശീലനം കൊണ്ട് ആർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ എന്ന് നമ്മൾ തെളിയിക്കുകയാണ് അവിടെ. The mid brain, she will read in Malayalam. Yeah. If you want to check this, anybody can check. Yes, give her.
Now you please give something to read. Just a Because you are thinking that you had already told her that we are giving something. Yes, read. രംഗം ശാന്തം. സൗഭാഗ്യവതികൾ ഖദീജ ബീവി, സൗദാമിനി ദേവി, രാജല എന്നിവരുമായി കോൺഫറൻസ് നടത്തിയിട്ട് മോളുടമ്മച്ചിയും മോളും കുറെ കഴിഞ്ഞ് ഉത്സാഹത്തോടെ വന്നു. മോളുടമ്മച്ചി ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞവണ്ണം പറഞ്ഞു, മോൾക്ക് കളിക്കൂട്ടിന് ഒരു പൂച്ചക്കുഞ്ഞ് മതി. ഞാൻ ചോദിച്ചു, മോളോ, കച്ചാന് പൂച്ചക്കുട്ടി മതിയോ? മോള് പറഞ്ഞു, വെളുത്ത പൂച്ചക്കുട്ടി വേണം കച്ചാൻ. Okay, stop. Now, അപ്പോൾ വളരെ ലളിതമായി ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തോടെ. അപ്പോൾ ഇത് നടക്കുന്നത് ഏപ്രിൽ 19 തീയതിയാണ്. വലിയ ശ്രമങ്ങൾ സാധ്യമായ ആൾക്കാരെ വെച്ചുകൊണ്ട് ശ്രമിച്ചു. ഏപ്രിൽ 27 മജീഷ്യൻ മുതുകാട് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഇത് വെറും മാജിക് വിദ്യയാണ് എന്ന് കാണിച്ചു. അതിൻ്റെ കലാശക്കൂട്ട് നടന്നത് നിലമ്പൂരിലെ കലാശക്കൂട്ട് മെയ് 11 ഇവിടെ പിന്നെ പാറക്കലോട് ഇരിക്കുന്നുണ്ട് മുഹമ്മദ് പാറക്കൽ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു മിഡ് ബ്രെയിൻ എക്സ്പോസ് ഇവരെ വിളിച്ചു. ഈ ആഭ ഇന്റർനാഷണൽ അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത്. അവരെ വിളിച്ച് അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നോക്കി, ദയനീയമായി പരാജയപ്പെട്ട് അവിടെ വെച്ച് കടലാസിൽ അവർ എഴുതി കൊടുത്തതാണ്. ഇനി ഞങ്ങൾ ഈ പരിപാടി ചെയ്യില്ല, ഞങ്ങൾ പിൻവലിച്ചു എന്ന് എഴുതി കൊടുത്തു. കേവലം ഏതാനും ആഴ്ചകൾ കൊണ്ട് ഏപ്രിൽ 19 മുതൽ മെയ് 11 വരെയുള്ള ഒരു ശ്രമം കൊണ്ട് ആ ഒരു വർഷം ഈ ഒരു മേജർ തട്ടിപ്പിന് കേരളത്തിൽ നിന്ന് കുറെ കാലത്തേക്ക് ഇത് വേറൊരു രീതിയിൽ വരും. ആട് തേക്ക് മാഞ്ചി എന്നൊക്കെ പറഞ്ഞ പോലെ ഇത് വീണ്ടും തിരിച്ചു വരും. പക്ഷെ അടിസ്ഥാനപരമായി ഒരു ശാസ്ത്രീയ മനോവൃത്തിയുടെ ഉള്ളവർ ചെയ്യേണ്ട ഒരു സംഗതി ഇങ്ങനെ ഈ രീതികൾ ഈ തരത്തിലുള്ള കാര്യങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ശാസ്ത്രീയ മനോവൃത്തി വെച്ചുകൊണ്ട് ഇതിനെ പരീക്ഷിക്കാനും പരിശോധിക്കാനും പ്രതിരോധിക്കാനും നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് നാഷണൽ സയൻസ് ഡേ ഒക്കെ ആഘോഷിക്കുന്നതിൻ്റെ ഉദ്ദേശം. കണ്ണിൽ വേറൊരു തേർഡ് ഐ അസാധ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രപഞ്ച വീക്ഷണം നമ്മളെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. എല്ലാ മൃഗങ്ങളെ പോലെ മനുഷ്യൻ എന്ന മൃഗത്തിനും കണ്ണിലൂടെ മാത്രമേ കാഴ്ച സാധ്യമാവും. മറ്റൊരു തരത്തിനും സാധ്യമല്ല. ഈ റെട്ടിനയിൽ പ്രകാശരശ്മികൾ പതിയാതെ കാഴ്ച സാധ്യമേ അല്ല. അത് അവർ ചെയ്യുന്നത് എന്താണ്? ഈ ഇടയിലൂടെ വായിക്കുന്നത്. അത് 10 കെട്ട് കെട്ടിയാലും ഈ ഇടയിലൂടെ തന്നെ വായിക്കുന്നത്. ഈ മൂക്കിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലൂടെ വായിക്കുന്നത്. വളരെ ലളിതമായിട്ടുള്ള സംഭവമാണ് ഇത്.